വെൽക്കം ടു വൈദാൽ നോട്ട്. ഗഫൂർ മാഷാണ് നമ്മുടെ കൂടെ ഉള്ളത്. നാസ ഗഫൂർ മാഷ് എന്ന് പറയണം, അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. എന്താണ് വൺ ഓഫ് ദ പ്രൗഡസ്റ്റ് മൊമെൻ്റാണ് എനിക്കിവിടെ നിന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ 2012 സ്റ്റേറ്റ് ബെസ്റ്റ് ടീച്ചർ സ്റ്റേറ്റ് അവാർഡ്, പിന്നെ അത് കഴിഞ്ഞ് പ്രസിഡൻറ്റിൻ്റെ 2013 പ്രസിഡൻറ്റിൻ്റെ ബെസ്റ്റ് ടീച്ചർ അവാർഡ് നേടിയിട്ടുണ്ട്. പിന്നെ ഞാനൊക്കെ കുട്ടിയായിരിക്കുമ്പോൾ +2 പഠിക്കുമ്പോൾ മാഷിൻ്റെ ക്ലാസ് നേരിട്ട് കിട്ടിയിട്ടുണ്ട് കൊട്ടുകര സ്കൂളിൽ വെച്ചിട്ട്. അപ്പോൾ ഭയങ്കര ഇൻസ്പിറേഷനാണ് മാഷ്. എന്താ പറയുക, ശരിക്കും മാഷൊക്കെ കാരണമായിരിക്കും ഞാൻ സയൻസ് എടുത്തതും അത് അങ്ങനെ പോയതെന്ന് വിശ്വസിക്കുന്ന ഒരാളുമാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഫസ്റ്റത്തെ ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, മാഷ് എങ്ങനെ, ഇപ്പം ഞങ്ങൾക്കൊക്കെ ഇൻ്റർനെറ്റ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഇതൊക്കെ അറിയാൻ. പക്ഷെ അന്നത്തെ കാലത്ത് പുസ്തകങ്ങളൊന്നും വെച്ചിട്ട് മാഷ് എങ്ങനെ ഈ മേഖലയിലേക്ക് എത്തി? ഓക്കെ, അപ്പോൾ രസകരമായൊരു സംഭവമാണ്. ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫാദറിനൊരു പ്രത്യേകത, ഈ പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്ന പത്രങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്വഭാവമാണ്. അതായത് എന്ത് പ്രധാനപ്പെട്ട വാർത്തകൾ പത്രങ്ങളൊന്നുമല്ല, പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്ന പത്രങ്ങൾ അദ്ദേഹം സൂക്ഷിച്ചു വെക്കും. ആണ് ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ 1986 യാദൃശ്യമായിട്ട് ഈ പത്രം ഇങ്ങനെ മറിച്ച് നോക്കുന്ന കൂട്ടത്തിൽ 1969 ജൂലൈ 22, 1969 ജൂലൈ 24 ദിവസങ്ങളിൽ 2 പത്രം എൻ്റെ ശ്രദ്ധയിൽപ്പെടാൻ ഇടയായി. ആ 2 പത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചന്ദ്രനിറങ്ങിയതുമായി ബന്ധപ്പെട്ട 2 പത്രങ്ങളാണ്. അപ്പോൾ ഞങ്ങളൊക്കെ 10ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് ഈ ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുക, CID മൂസ, മാൻഡ്രേക്ക്, ഫാൻറ്റം, ഇത്തരം കഥകളൊക്കെ വായിച്ച് നമ്മളിങ്ങനെ ഒരു ഭാവനാ ലോകത്ത് നടക്കുന്ന കാലമാണ് ആ സാധനം. കാരണം അത് വായന മാത്രമേ ഉള്ളൂ, മറ്റു ഇന്നത്തെ രീതിയിലുള്ള ഒരു മീഡിയാസും ഒന്നുമില്ലല്ലോ. അപ്പോൾ ഈ പത്രം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൗതുകം. കാരണം ഈ ഭൂമിയിൽ ജീവിക്കുന്ന 2 മനുഷ്യർ അന്യഗോളത്തിൽ പോയി നടന്ന് തിരിച്ച് ഭൂമിയിലേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു ചരിത്ര സംഭവം, ഒരു സാഹസിക കഥ ലോകത്ത് വേറില്ല. അപ്പോൾ അത് വായിച്ച് അന്ന് തൊട്ടാണ് എനിക്ക് ഈ വിഷയത്തെപ്പറ്റി പഠിക്കാൻ വേണ്ടി ഒരു താല്പര്യം തോന്നിയത്. പക്ഷെ അന്ന് അതിനെക്കുറിച്ച് ആളുകൾക്ക് പറഞ്ഞു തരാനുള്ള മാർഗ്ഗങ്ങൾ വളരെ കുറവാണ്. കാരണം ഇന്നത്തെ പോലെ ഇത്ര വിശാലമല്ല നമ്മുടെ വിജ്ഞാനത്തിൻ്റെ ലോകം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പത്രങ്ങൾ ഞാൻ സൂക്ഷിച്ച് അങ്ങനെ എടുത്തു വെക്കും, ഇടയ്ക്കെടുത്ത് മറിച്ച് നോക്കും, വീണ്ടും എടുത്തു വെക്കും. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞു. അന്ന് പ്രീ ഡിഗ്രി, അന്ന് +2 അല്ല, പ്രീ ഡിഗ്രി. ഞാൻ മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞ് എനിക്ക് ഒരു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം ഒരു അധ്യാപനമാകുക എന്നുള്ളതാണ്. കാരണം ഫാദർ അധ്യാപനമായിരുന്നു. അപ്പോൾ ആ ഒരു പാത പിന്തുടരാൻ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. ഞാൻ 91 കോഴിക്കോട് ഗവൺമെൻറ് TTIയിൽ TTCക്ക് ചേർന്നു. ആ TTC കഴിഞ്ഞ് 89 TTC ചേർന്ന് 90, 91 കഴിഞ്ഞപ്പോൾ TTC കഴിഞ്ഞു. TTC കഴിഞ്ഞ് ഞാൻ ആ വർഷം തന്നെ ഞാൻ പാണക്കാട് UP സ്കൂളിൽ അധ്യാപനമായി. പാണക്കാട് ഉമ്രലത്തെ ശാബ്ദങ്ങളെ സ്കൂളിൽ വന്ന് ഞാൻ അധ്യാപനമായി. അപ്പോൾ അധ്യാപനമായപ്പോൾ ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി ഒന്നുകൂടെ ഒരു താല്പര്യം തോന്നി. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മളന്ന് മാറ്റി വെച്ചൊരു സാധനം വീണ്ടും നമ്മളൊന്ന് പൊടി തട്ടിയിട്ട്, അങ്ങനെ ഞാൻ രണ്ടും കളിപ്പിച്ച് നാസയുടെ ഡയറക്ടറെ പേരിൽ ഒരു കത്തങ്ങ് അയച്ചു. നേരെ പോസ്റ്റിൽ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല, ഒരു അഡ്രസ്സും അറിയില്ല. കാരണം എന്താ, ഞാൻ നാഷണൽ എയറോനോട്ടിക്കൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ വാഷിംഗ്ടൺ DC എന്നാണ് ഒരു കത്ത്. കാരണം ഇപ്പോൾ നമ്മൾ ഒരു നിഴൽ കണ്ടെങ്കിൽ വെടിവെച്ചതാണ്. കാരണം കിട്ടില്ലെന്നും നമുക്കറിയില്ല. അങ്ങനെ ഒരു കത്തയച്ചു. കാരണം കൃത്യമായ അഡ്രസ്സ് നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. കത്തയച്ചു. പക്ഷേ എനിക്ക് 24ാമത്തെ ദിവസം ആ കത്തിനൊരു മറുപടി കിട്ടി. ആചാർപള്ളി നിൽക്കുന്ന എനിക്ക് എൻ്റെ പോസ്റ്റ്മാനെ ഒരു കത്തിനൊരു മറുപടി ഉണ്ടെന്ന്. ആ കത്തിൻ്റെ മറുപടിയുടെ പ്രത്യേകത, അന്ന് നാസയുടെ ജോൺസൺ സ്പേസ് സെൻ്ററിൻ്റെ ഡയറക്ടർ ജോർജ് WS അബെ, അദ്ദേഹത്തിന് ലെറ്റർ പേഡിൽ കൈകൊണ്ട് എഴുതി വെച്ചൊരു മറുപടി. വളരെ അത്ഭുതം തോന്നി എനിക്കത്. അപ്പോൾ ഏകദേശം ഒരു 30-31 കൊല്ലം മുമ്പാട്ടോ അയച്ച മറുപടി. ആ മറുപടിയിൽ അദ്ദേഹം പറഞ്ഞത്, നാസ നടത്തിയ ഏതെങ്കിലും ഒരു പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലതും ഗവേഷണം നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നാസയുടെ മീഡിയ റിസോഴ്സ് സെൻ്ററിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറഞ്ഞു. ഈ മീഡിയ റിസോഴ്സ് സെൻ്റർ റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ള അധ്യാപകർക്ക് അതിനുവേണ്ട സൗകര്യം നൽകുന്ന നാസയുടെ വിഭാഗമാണ്. മെമ്പർഷിപ്പിന് നിങ്ങളൊരു $232 ഫീസ് അടയ്ക്കാൻ വേണമെന്ന് പറഞ്ഞു. കത്ത് വായിച്ച് വളരെ സന്തോഷം തോന്നി. കാരണം ഒരു അധ്യാപനമൊക്കെ ആകുമ്പോൾ $232 ഒരു പ്രശ്നമല്ലല്ലോ എന്ന് കൊടുക്കുന്നതായിരിക്കും നിൽക്കും വേണം. കത്ത് ഒന്നുകൂടെ വായിച്ചു. അപ്പോഴാണ് എൻ്റെ കുട്ടൻസ് കൊടുത്തെങ്കിൽ സായിപ്പിന് നമ്മൾ $232 പോരാ, $232. അതാ പ്രശ്നം. അന്നൊരു ഡോളറിന് ഏകദേശം 24 രൂപ 70 പൈസ അങ്ങനെ തോന്നുന്നു. അപ്പോൾ ഏകദേശം ഇന്ത്യൻ രൂപ കണക്കൂട്ടുമ്പോൾ 7000 രൂപയോളം വരും അത്. അന്ന് എനിക്ക് കിട്ടുന്ന ശമ്പളം 1843 രൂപയാണ് ശമ്പളം കിട്ടുക. അപ്പോൾ ഏതായാലും രണ്ടും കൽപ്പിച്ച് കുറച്ച് പൈസയൊക്കെ സംഘടിപ്പിച്ച് നാസയുടെ ഡയറക്ടർ പോലെ എഴുതി നാസക്ക് അയച്ചു. ആ നാസ അവരെ മീഡിയ റിസോഴ്സ് സെൻ്ററിൽ എനിക്ക് റിസർച്ച് ചെയ്യാനുള്ള ഗവേഷണം നടത്താനുള്ള ഒരു അവസരം തന്നു. അന്ന് നാസയുടെ ഏകദേശം 25th ആനിവേഴ്സറി തോന്നുന്നു, ആനിവേഴ്സറി സമയത്താണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി സെലക്ട് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസും സൗകര്യവും ചെയ്തുതരാമെന്ന്. അത് ഞാൻ തിരഞ്ഞെടുത്ത് പ്രൊജക്റ്റ് അപ്പോളോ. എനിക്ക് വേണ്ടതും അതാണ്, മനുഷ്യൻ ചന്ദ്രനിറങ്ങിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ.
അങ്ങനെ പ്രൊജക്റ്റ് അപ്പോളോയുമായി ബന്ധപ്പെട്ടതാണ് എനിക്ക് റിസർച്ച് ചെയ്യാൻ താല്പര്യം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തുടങ്ങിയതാണ് നാസയുമായുള്ള ബന്ധം. ഏകദേശം 91 തുടങ്ങിയപ്പോൾ ഏകദേശം 33 വർഷം. ഇപ്പോഴും നാസയിൽ എന്തെങ്കിലും പുതിയതുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ. അത് ഭയങ്കര സംഭവമാണ്. കാരണം എന്തോ നമ്മളൊരു വിശ്വാസമുണ്ട് നാസ. കാരണം നാസ അയച്ചിരുന്ന ചില മെറ്റീരിയൽസ് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ അവർക്ക് കൃത്യസമയത്ത് തിരിച്ചയച്ചു കൊടുക്കേണ്ട ചില കാര്യങ്ങൾ. അന്ന് ഈ വീഡിയോകളൊക്കെ ഇവരെ കാസറ്റ് രൂപത്തിലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ കാസറ്റാണ്, വീഡിയോ കാസറ്റ് വലിയൊരു സാധനം VCR-ലിട്ട് കാണുന്നതാണ്. ആ കാസറ്റ് നമുക്കൊരു സമയം 15 എണ്ണമൊക്കെയാണ് നാസയിൽ നിന്ന് അയച്ചു തരാം. 15 എണ്ണമൊക്കെ നാസയിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞാൽ അവർക്ക് എൻ്റെ തപാൽ ചാർജിന് വലിയൊരു സംഖ്യ വരും. എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് ആകെ $232. ഒരു പ്രാവശ്യം ഇങ്ങനത്തെ ഒരു പാർസൽ $60-65 അവർ ചിലവഴിച്ച് അയക്കണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ 45 ദിവസത്തിനകം ഈ സാധനം നമുക്ക് അമേരിക്കയ്ക്ക് തിരിച്ചയക്കുള്ളൂ. അതൊന്നും എനിക്കിനെ സംബന്ധിച്ചോളം വലിയ ചിലവാണ്. കാരണം ഒരു വീഡിയോ കാസറ്റിന് ഈ വലുപ്പം അങ്ങനത്തെ 15 തിരിച്ചയക്കും. ഷിപ്പിംഗ് ചാർജ് ഭയങ്കര സംഖ്യ, നല്ല വെയിറ്റുള്ള സാധനമുള്ളൂ. അങ്ങനെ ഇത് കൃത്യമായിട്ട് ഞാൻ അയച്ചു കൊടുക്കും. അതുകൊണ്ട് നാസക്ക് നമ്മൾ നല്ലൊരു വിശ്വാസമാണ്. എന്ത് കിട്ടിയാലും ഒരു ദിവസം മുമ്പേ നമ്മൾ അയച്ചു കൊടുക്കും. പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ അയച്ചു കൊടുക്കുന്ന. അതോടുകൂടി സംഭവം തെറ്റി, ആ പരിപാടി കഴിഞ്ഞല്ലോ. അപ്പം അങ്ങനെ നാസയുമായിട്ട് അന്ന് തുടങ്ങി ബന്ധം. ഒരുപാട് സാധനങ്ങൾ നാസയിൽ നിന്ന് കിട്ടിയില്ല, ഇഷ്ടം പോലെ നാസയിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ മാത്രം പറഞ്ഞാൽ പോരാ. ഇപ്പം ഈ അപ്പോളോ യാത്രയുമായി ബന്ധപ്പെട്ടാലും മനുഷ്യൻ ചന്ദ്രയാനുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക വിവരങ്ങളും ഇന്നിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. വീട്ടിൽ 2 റൂം കംപ്ലീറ്റ് നാസയുടെ മെറ്റീരിയൽസാണ്. അതുപോലെ നാട്ടുകാരും എന്നെ പറ്റി എന്താ പറയുക അറിയോ, ഗഫൂർ മാഷ് നാസൻ്റെ പുറകെ പോയി ആകെ നാസായിപ്പോയി. കാരണം മലപ്പുറത്തുകാരെ ഒരു ശൈലിയാണ് ഈ നാസായി പോയി എന്നുള്ളത്. അപ്പം നാസയുടെ പുറകെ നടന്നപ്പോൾ ഗഫൂർ മാഷ് ആകെ നാസായി പോയി എന്നാണ് പറയാറുള്ളത്. അപ്പം അങ്ങനെ 91 തൊട്ട് തുടങ്ങിയാണ് നാസ വെള്ളം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്ത് പുതിയതുണ്ടെങ്കിൽ നാസ നമ്മൾ അയച്ചു തന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ വീട്ടിൽ വന്നാൽ തന്നെ 2 റൂം നിറയെ നാസയിൽ നിന്ന് കിട്ടിയ മെറ്റീരിയൽസാണ്. ഒരു 4 ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ മാത്രമാണ്. പലതും നാസയ്ക്ക് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടതുണ്ട്. പക്ഷേ വീട്ടുകാരോട് ഞാനതൊന്നും പറയില്ല. കാര്യം ഇതൊക്കെ ഫ്രീ ഇട്ടുന്നതാണ്. കാരണം വീട്ടുകാർ ഇത്രയും പൈസ ചിലവാക്കുക, അവർക്ക് ഇതിനെ പറ്റിയൊന്നും കൂടുതൽ വലിയ ധാരണ ഇല്ല. സത്യം. അപ്പം അന്ന് ഫാദറൊക്കെ ഉള്ള കാലത്ത് ഫാദർ ചോദിക്കും എന്താ ഇതിലത്തെ വലിയ സംഭവം, അങ്ങനെയാണ് ഇങ്ങനെ. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഫാദർ എന്നോട് പറഞ്ഞു, ആദ്യം ഖാദർ മാഷ് മകനാണ് ഗഫൂർ മാഷ് എന്നല്ലേ ചോദിച്ചെന്ന് പറഞ്ഞു. പിന്നെ മുമ്പിൽ തിരിച്ചു പറഞ്ഞു ഗഫൂർ മാഷ് എപ്പോഴാണെങ്കിലല്ലേ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ വന്നു എന്നാണ്. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ആദ്യകാലത്ത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും പിന്നെ നമ്മുടെ ഈ ഇൻ്റർനെറ്റും ഇമെയിലും ഇതൊക്കെ വന്നതോടുകൂടി നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമായി. അന്ന് ഞാൻ നാസക്ക് ഒരു കത്തയച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി കിട്ടാൻ 1 മാസം എടുക്കും. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തണമെങ്കിൽ തന്നെ ഒരു 13-14 ദിവസം. പിന്നെ അവർ ഓഫീസിൽ ഒരാഴ്ച, അത് കഴിഞ്ഞാൽ അവർ തിരിച്ചയക്കും ഇങ്ങോട്ട് ഒരു 10-13 ദിവസം. ഇതും കൂടെ 1 മാസത്തിന് മേലെ എടുക്കും. ഇപ്പം ഇന്ന് രാവിലെ ഞാനൊരു ഇമെയിൽ അയച്ചാൽ നാളെ രാവിലെ ആകുമ്പോൾ ഒരു മറുപടി. അതാണ് എൻ്റെ പ്രത്യേകത. കാരണം നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ടാൽ അവർ കൃത്യമായിട്ട് ഒരു മറുപടി തരും. അല്ല വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അത്ര കറക്റ്റാണ്, സ്ട്രേറ്റ് ഫോർവേഡ്. അവരുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഇങ്ങനെ ബന്ധപ്പെടുന്നിടയ്ക്ക് നാസയിലെ ഒരു സയൻറ്റിസ്റ്റുണ്ട്, ഒരു മാർട്ടിൻ റസക്ക് എന്ന് പറയും. അപ്പം ഞാൻ അയക്കുന്ന കത്തുകൾക്കൊക്കെ മിക്കവാറും അദ്ദേഹമാണ് മറുപടി അയക്കുക. അപ്പോൾ അദ്ദേഹം ഞാനും തമ്മിലൊരു ജ്യേഷ്ഠാനുജൻ നമ്മളൊരു റിലേഷൻ വരാനുണ്ടായി. അപ്പോൾ പലപ്പോഴും എന്നെ നേരിട്ട് വിളിക്കും. ഗുഡ് മോർണിംഗ് മിസ്റ്റർ അബ്ദുൽ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ രാത്രി 12 മണിക്ക് വയ്ക്കാരം. സാഹിബിനെ അപ്പം നേരം വിളിക്കുന്നുണ്ടാവുള്ളൂ. നമുക്കിവിടെ നട്ടപ്പതിലും കിടന്നു നേരം. അപ്പം നമ്മളെന്നെ പേടിച്ചു പോകും. അപ്പോൾ അയാൾ വിട്ടാൽ വളരെ നല്ല ബന്ധമായി. അപ്പോൾ ഈ സാഹിബിന് ആനകളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനെന്ത് ചെയ്യും, ഈ ആനകളെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി അങ്ങനത്തെ കിട്ടുന്ന ആനയെ കുറിച്ചുള്ള പുസ്തകങ്ങൾ, പിന്നെ തൃശ്ശൂർ പൂരത്തിന് ആന നിൽക്കുന്ന ചിത്രങ്ങൾ, ഇതൊക്കെ ഞാൻ സായിപ്പിന് ഇങ്ങനെ അയച്ചു കൊടുക്കും. അപ്പോൾ സായിപ്പ് എന്ത് ചെയ്യും, മറ്റുള്ള ഈ മീഡിയ റിസോഴ്സുകളിലെ മെമ്പർമാരായ മറ്റുള്ളവർക്ക് കിട്ടാത്ത ഒരുപാട് സ്പേസുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസ് എനിക്കും ഇങ്ങനെ അയച്ചു. അങ്ങനെ അദ്ദേഹവുമായിട്ട് നല്ലൊരു ബന്ധം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം നാസിൽ റിട്ടയർ ചെയ്തു, എങ്കിലും അദ്ദേഹവുമായിട്ട് നല്ലൊരു ബന്ധമായിരുന്നു. അദ്ദേഹം നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് കിട്ടാത്ത ഒരുപാട് മെറ്റീരിയൽസ് അദ്ദേഹമാണ് എനിക്ക്. ഇപ്പോൾ ഏകദേശം എൻ്റെ കയ്യിൽ ഒരു 362 മണിക്കൂർ നേരെ ഇരുന്ന് കാണുന്ന വീഡിയോകളുണ്ടാവും. ഏത് ഈ അപ്പോളോയുമായി ബന്ധപ്പെട്ട 13,813 ഫോട്ടോ, ചന്ദ്രനുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ. പിന്നെ 128 ബഹിരാകാശ യാത്ര നേരിട്ട് അയച്ചെന്ന കയ്യൊപ്പുകൾ. പിന്നെ ഇവരവിടെ എഴുതാൻ വേണ്ടി ഉപയോഗിച്ച പെൻസില്, സ്പേസിൽ. പിന്നെ സ്പേസ് പോയി കൊണ്ടുവന്ന കുറച്ച് പോസ്റ്റ് കാർഡുകൾ. അങ്ങനെ ഒരുപാട് വീട്ടിൽ വിശാലമായൊരു കളക്ഷൻ തന്നെ നല്ല ഭംഗിയായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. മിന്റ് കളക്ഷൻ. കാരണം ഞാൻ ആർക്കും തൊടാനൊന്നും കൊടുക്കില്ല, കയ്യിൽ നിന്ന് കാണിച്ചു കൊടുക്കുള്ളൂ. പണ്ട് ഞാൻ ക്ലാസ്സിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. കാരണം അത് പലർക്കും അതിൻ്റെ വില അറിയില്ല. അവർക്ക് ഇതൊരു ചിത്രം അല്ലെങ്കിൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഓട്ടോഗ്രാഫ്, പക്ഷെ അതിൻ്റെ വില അവർക്ക് ഒരിക്കലും അറിയില്ല. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ ഇവരുമായിട്ട് ഇങ്ങനെ ഇടപെട്ട് ഒരുപാട് കാര്യങ്ങൾ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ പറ്റും. ഈ മെറ്റീരിയൽസ് ഒക്കെ മാഷ് കണ്ടിട്ടില്ലേ? എങ്ങനെ എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു കണ്ട തന്നെ വീണ്ടും കാണും, വായിച്ച തന്നെ വീണ്ടും വായിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തു നോക്കുന്നതാണ്. കുട്ടികളൊക്കെ ഉറങ്ങിയ സമയത്ത് അവർക്ക് സ്കൂളിൽ പോയ സമയം ഓരോന്നിങ്ങനെ എടുത്ത് നമ്മൾ ആസ്വദിക്കും. ഇത് പെട്ടെന്ന് ഒരാൾ വന്ന് കണ്ട എല്ലാവർക്കും ഒരേ മാതിരി തോന്നുള്ളൂ. പക്ഷേ അതിനെപ്പറ്റി നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഭയങ്കര രസമായ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം മേജറായിട്ട് നടക്കുന്ന ഒരു ഡിസ്കഷനാണ് ഭൂമി
ചന്ദ്രനിൽ പോയി വന്നിട്ടുണ്ടോ എന്നുള്ളത് പോട്ടെ, ഭൂമി ഉരുണ്ടിട്ടാണോ പരന്നിട്ടാണോ എന്നുള്ള ഡിസ്കഷൻ മേജർ. അതാ ഞാൻ പറഞ്ഞത്, എന്ത് മണ്ടത്തിലാണ് ഇപ്പൊ നമ്മൾ ഈ വെറുതെ സമയം കളയാൻ വേണ്ടി ചെയ്യുന്ന ആലോചിക്കുന്നത്. അതായത് ഇപ്പോ ഭൂമി ഉരുണ്ടതാണോ അല്ലേന്ന് അറിയാൻ വേണ്ടി സ്പേസ് പോയി ഇങ്ങോട്ട് ഒരു ഫോട്ടോ എടുത്താൽ മതി, ഭൂമിയുടെ ഗോളാകൃതി മനസ്സിലാവും. പണ്ട് ഭൂമി ഉരുണ്ടാന്ന് പഠിക്കാൻ വേണ്ടി മഗല്ലൻ കപ്പലിൽ പോയി വീണ്ടും അതേ സ്ഥലത്ത് കപ്പൽ തിരിച്ചെത്തി. പിന്നെ കടൽപ്പുറത്ത് നമ്മൾ പോയിക്കുമ്പോൾ കപ്പലിൻ്റെ കൊടിമര ആദ്യം കാണും, പിന്നെ കപ്പൽ കാണും, ഇങ്ങനെ ഭൂമി ഗോളാകൃതിയാണെന്ന് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പൊ സ്പേസിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നു, നമ്മൾ കാണുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇതിപ്പോ വെറുതെ പറയും വിഷയദാരിദ്ര്യം, അല്ലാതെ ഒന്നും പറയില്ല. നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് അത് വെറുതെ വരിക, അതിങ്ങനെ വെറുതെ ഓരോന്ന് വരും. കാരണം എന്തെങ്കിലും പ്രോഗ്രാം വേണ്ടേ, ഇപ്പൊ എല്ലാം ചെയ്യാനുള്ളതൊക്കെ എല്ലാവരും ചെയ്തു കഴിഞ്ഞു. ഇനി പുതുതായിട്ട് നമ്മൾ തന്നെ ഓരോന്ന് ആലോചിച്ചുണ്ടാക്കി ചെയ്യാമെന്ന് മാത്രം. അപ്പൊ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഈ സ്പേസ് സയൻസ് ഭാവിയിൽ നല്ലൊരു സാധ്യതയുള്ളൊരു മേഖലയും കൂടിയാണ്. പിന്നെ ഞാനൊരു അധ്യാപകനായതുകൊണ്ടാണ് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ സ്കൂളുകളിലും ഒരു ക്ലാസ് എടുക്കാൻ പറഞ്ഞു, സ്കൂളുകളിലും വിദ്യാലയം, അതായത് അംഗനവാടി തൊട്ട് കുടുംബശ്രീയിൽ വരെ ഞാൻ ക്ലാസ് എടുക്കുന്നത്. ചന്ദ്രനിലേക്ക് ഒരു യാത്ര എന്നുള്ളതിൻ്റെ ഒരു ക്ലാസ് ഏകദേശം അത് 5555 ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ പോയി വരുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, അത് കുട്ടികളിലും മറ്റുള്ള മുതിർന്നവരൊക്കെ ആകുമ്പോൾ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു സാധനം. വളരെ നല്ലൊരു ക്ലാസ്സായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഒരു പുതുമുള്ള ക്ലാസ്, വീഡിയോയും CD-കളും ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ച ക്ലാസ്, അത് കഴിയുമ്പോൾ കുട്ടികളുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം, അതാണ് അധ്യാപനം നൽകാൻ ഏറ്റവും വലിയ സന്തോഷിപ്പിച്ചൊരു കാര്യം. ഈ ദേശീയ അവാർഡ് സംസ്ഥാന അവാർഡ് കിട്ടിയെങ്കിലും പക്ഷേ ഒരു കുട്ടികളൊരു ക്ലാസ് കണ്ട് അതിനൊരു കമൻറ്റ് പറയുമ്പോൾ അത്ര സുഖം വേറെ ഒന്നിനും. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഈ ISRO-ആയിട്ടും ഇപ്പോൾ നാസയായിട്ടും ഇങ്ങനെ ബന്ധമുള്ളതുകൊണ്ട് ISRO-ആയിട്ടും എന്തെങ്കിലും. അപ്പോൾ ISRO-ആയിട്ട് ഞാൻ ബന്ധപ്പെടാറുണ്ട്. പക്ഷേ ISRO-ക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സ്പേസിൽ അയക്കുന്ന പ്രോഗ്രാം ഇല്ല. നമ്മളാവുന്നേ ഉള്ളൂ, നമ്മളെ ഗഗൻയാൻ പദ്ധതി ഇപ്പോൾ തുടങ്ങാൻ പോകുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം മനുഷ്യ സ്പേസ് പോകുന്നതിനെ പറ്റി പഠിക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഈ നാസന്റെ പുറകെ കൂടിയത്. കാരണം അവിടെ ഇഷ്ടംപോലെ ആളുകളെ മനുഷ്യനെ സ്പേസിലേക്ക് അയക്കുന്ന ഒരുപാട് പ്രോഗ്രാം നാസക്കുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിടുന്നുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. സ്പേസ് ഷട്ടിലായിട്ടും അങ്ങനെ അപ്പോളോ, മെർക്കുറി, ജെമിനി, അപ്പോളോ, സ്കൈലാബ്, സ്പേസ് ഷട്ടിൽ, അങ്ങനെ കുറേ മിഷൻസ് ഉണ്ട്. നമ്മൾ ഇന്ത്യ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യ മനുഷ്യനെ ചന്ദ്രനിലേക്ക് അല്ലെങ്കിൽ സ്പേസിലേക്ക് തുടങ്ങുന്നത് മുതൽ എൻ്റെ ശ്രദ്ധ മുഴുവൻ ഞാൻ ഇങ്ങോട്ട് മാറ്റും. കാരണം എനിക്ക് നമ്മുടെ ഇന്ത്യയുടെ ബഹിരാകാശ ഇതിനെക്കുറിച്ച് എനിക്ക് ഭയങ്കര കൗതുകത്തോടെ നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് ശരിക്കും നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ട്. കാരണം നമുക്ക് ഒരുപാട് രാജ്യങ്ങളുടെ സഹായം കിട്ടിക്കഴിഞ്ഞു. കാരണം നമ്മൾ അങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇത് വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇനി ഇന്ത്യ മനുഷ്യനെ സ്പേസിലേക്ക് അയക്കുന്നതോടുകൂടി എൻ്റെ പഠിത്തം മുഴുവൻ ഞാൻ ആ മേഖലയിലേക്ക് മാറ്റും. കാരണം ഇപ്പോൾ നാസയിൽ നിന്ന് ഏകദേശം വേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു, ഏകദേശം നമുക്ക് എൻ്റെ ഒക്കെ മനസ്സിലായി. ഇനി ഇന്ത്യയുടെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക, അത് വളരെ ഇനിയിപ്പോൾ റിട്ടയർ ചെയ്യാൻ ഏകദേശം ഒരു 3.5 വർഷമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഫുൾ ടൈം ഇതിലേക്ക് ഞാൻ പറഞ്ഞ മലപ്പുറത്തായിട്ട് ഒതുക്കരുത് ക്ലാസ്സുകൾ. ഇല്ല, ഞാൻ എല്ലായിടത്തും പോയി, കേരളത്തിലല്ല. പക്ഷെ പുറത്തേക്ക് തന്നെ ക്ലാസ് എടുക്കാൻ വിളിക്കും, പക്ഷെ ഞാൻ പോവില്ല. കാരണം എനിക്ക് മലയാളത്തിൽ ക്ലാസ് എടുക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. മറ്റുള്ളടത്ത് പോയി ഇംഗ്ലീഷിൽ അവരുടെ ഭാഷയിലൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടില്ല. അപ്പോൾ ഞാൻ കേരളത്തിൽ പുറത്തെവിടെ പോകാറില്ല, കേരളത്തിൽ മാത്രം. അതും ഞാൻ എത്ര വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോലും ഞാൻ മലയാളത്തിൽ ക്ലാസ് എടുക്കും. അത് എനിക്കൊരു ഭാഷ, കാരണം മലയാളം പഠിച്ച ഒരാളും ഡിഗ്രി മലയാളമാണ് എൻ്റെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എനിക്ക് മലയാളത്തോട് താല്പര്യമുണ്ട്, സയൻസിനോടും താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ ക്ലാസ് ഞാൻ മലയാളത്തിൽ പറയാം. ഏത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയാലും എവിടെ പോയാലും ഞാൻ മലയാളത്തിൽ. ഇതിൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം, എനിക്ക് 2009 തിരുവനന്തപുരത്ത് ISRO-യിൽ ക്ലാസ് എടുക്കാനുള്ള ഒരു അവസരം കിട്ടി. ISRO IIST, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി. അവിടെ അന്ന് അവർ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത 100 കുട്ടികൾക്ക് ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു, IIST അറ്റ് സ്കൂൾ എന്ന് പറയാണ്ട്. അതിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു സെഷൻ ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടി. അതിൽ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ വെച്ചാണ് ഞാൻ APJ കലാം സാറിനെ നേരിട്ട് കാണും. അന്ന് IIST-യുടെ പിന്നെ ചാൻസലർ APJ കലാം സാർ. എൻ്റെ ക്ലാസ് അന്ന് അദ്ദേഹം ഏകദേശം ഒരു 40 മിനിറ്റ് നേരം അവിടെ ഇരുന്ന് കണ്ടിട്ടുണ്ടാവും. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവമാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാനൊരു ഓട്ടോഗ്രാഫ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിങ്സ് ഓഫ് ഫയർ എന്നുള്ള പുസ്തകം എനിക്ക് തന്ന് അതിൽ കയ്യൊപ്പ് ഇട്ടിട്ട് അദ്ദേഹം എനിക്ക് തന്നു. ആ ഓട്ടോഗ്രാഫ് ഞാൻ ഞാൻ കാണിക്കാം. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു സംഭവം ഉണ്ടായത്. കാരണം ഇസ്രോയിൽ പോയിട്ട് ISRO-യിൽ പോയിട്ട് ക്ലാസ് എടുക്കുക, അവിടെ നമ്മുടെ BN സുരേഷ് സാറ്, അങ്ങനെ അത് നമ്മുടെ റോക്കറ്ററി സയൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ കാണുക. പിന്നെ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ബഹിരാകാശത്തേക്ക് പോകാൻ വേണ്ടി തിരഞ്ഞെടുത്ത രാധാകൃഷ്ണൻ സാറുണ്ട്. അദ്ദേഹം ചാലഞ്ചർ അപകടത്തിന് ശേഷം നാസയിൽ കൂടെ പോയ ആളായിരുന്നു. ആ ചാലഞ്ചർ ദൂരത്തിന് ശേഷം പിന്നെ അദ്ദേഹത്തിന് ബഹിരാകാശ യാത്ര ക്യാൻസൽ ചെയ്തത്. അല്ലെങ്കിൽ അദ്ദേഹം ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് ബഹിരാകാശ യാത്ര നടത്തുന്ന ആൾ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളെ കാണാൻ പറ്റിയ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ സംഭവം. അന്ന് എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളും അവസാനം ഒരു ഫീഡ്ബാക്ക് പറയാനുണ്ടാവും. എനിക്ക് ഏറ്റവും സന്തോഷം, അവിടെ വന്ന 100 കുട്ടികളിൽ 99% കുട്ടികളും അവിടെ നടന്ന ക്ലാസ്സിൽ ഏറ്റവും നല്ല ഫീഡ്ബാക്ക് പറഞ്ഞാൽ എൻ്റെ ചന്ദ്രനിലേക്ക് ഒരു യാത്ര എന്നുള്ള ക്ലാസ്സാണ്. എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരം കൂടിയാണ്. കാരണം നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രസ്റ്റീജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ക്ലാസ് എടുത്ത് അവിടെ നല്ലൊരു അഭിപ്രായം കിട്ടുക എന്ന് പറഞ്ഞാൽ അധ്യാപനം സംബന്ധിച്ചിടത്തോളം അതിനും വലിയ ഒന്നും പറയില്ല. ഇല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇപ്പം എനിക്ക് ഡൗട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും സാധാരണ ചോദിക്കണം, മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടുണ്ട്? അത് നല്ല രസമുള്ളൊരു ചോദ്യമാണ്. ഈ പോയിട്ടില്ല എന്ന് പറയാൻ എളുപ്പമുണ്ട്, 4 അക്ഷരം മതി. പോയിട്ടില്ല. പോകണമെങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയും
സാങ്കേതിക വിദ്യയും ഒക്കെ വേണം. സത്യത്തിൽ ഇത് പറയുമ്പോൾ എനിക്ക് തന്നെ ചിരി വരും. എത്ര സ്ഥലത്ത് പോയിട്ട് ഞാൻ ഇതിന് മറുപടി പറയാറുണ്ട്. അത് ചോദിക്കണം, മനുഷ്യൻ ചന്ദ്രൻ പോയിട്ടില്ല, അത് അമേരിക്ക ലോകത്തെ പറ്റിച്ചതല്ല, എന്തിനും ഇങ്ങനെയൊക്കെ പറയുന്നത്? അതായത് സയൻസിൽ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തവർ വരെ ഇതിനെപ്പറ്റി അഭിപ്രായം പറയും. അതാണ് എൻ്റെ ഏറ്റവും വലിയ രസം. സയൻസിൽ മതപരമായ ചടങ്ങ് പോലും ഇതിനെപ്പറ്റി സംസാരിക്കുക, അല്ലെങ്കിൽ കവലപ്രസംഗത്തിൽ ഇതിനെപ്പറ്റി പറയുക. ഒരു സയൻസ് എന്ന് പറഞ്ഞ സാധനം തന്നെ അവർക്ക് സയൻസിൻ്റെ സ്പെല്ലിംഗ് തന്നെ ഇംഗ്ലീഷിൽ തെറ്റില്ലാതെ എഴുതാൻ പറ്റുന്നതാണ്. കാരണം മനുഷ്യൻ ചന്ദ്രൻ പോയിൻ്റെ ഏറ്റവും വലിയ തെളിവ് അവിടുന്ന് കൊണ്ടുവന്ന 232 കിലോ പാറയും മണ്ണും. ഇത് അമേരിക്ക അൾമേറിയിൽ വെച്ച് നാസ അൾമേറിയിൽ വെച്ച് കൂട്ടിയ സാധനമല്ല. ലോകത്തുള്ള 138 രാജ്യങ്ങൾക്കായി ഓരോ കഷ്ടങ്ങൾ പരീക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തിന് കിട്ടിയ കഷ്ടം അവരെല്ലാം പരിശോധിച്ച് പറയുന്നു ഇത് വായുവില്ലാത്തൊരു ലോകത്ത് ഉണ്ടായതാണ്. ഭൂമിയിൽ കൃത്രിമമായിട്ട് പോലും ഇങ്ങനെ നിർമ്മിക്കാൻ പറ്റില്ല. പിന്നെ മലയാളികളായ നമുക്ക് കൂടുതൽ സംശയം വീണ്ടും 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 വരികയാണ്. മാത്രമല്ല അന്ന് അമേരിക്കയുടെ ഏറ്റവും വലിയ ബദ്ധശത്രുക്കൾ അന്ന് സോവിയറ്റ് യൂണിയൻ, റഷ്യ. അപ്പോൾ അമേരിക്ക മനുഷ്യനെ ചന്ദ്രനിറക്കിയ അന്ന് തന്നെ റഷ്യ ആളില്ലാ പേടകമായ ലൂനയും ചന്ദ്രൻ. ലൂന 23 ഗ്രാം മണ്ണ് ഭൂമിയിലേക്ക് കൊണ്ടുവന്നു ആളില്ലാതെ. നീലാംസ്ട്രോങ് 2.5 കിലോ മണ്ണും കൊണ്ടുവന്നു. 2 രാജ്യങ്ങളും ഇന്ന് പരസ്പരം മണ്ണ് കുറേശ്ശെ കൈമാറി. 2 രാജ്യങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഒരേ സ്ഥലത്തുള്ള. അപ്പോൾ അമേരിക്കയുടെ ബദ്ധശത്രുക്കളായ റഷ്യക്ക് പോലും മനുഷ്യൻ ചന്ദ്രൻ പോലെ സംശയമില്ല. കാരണം അന്ന് റഷ്യ വേറൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റൂടെ ചെയ്തു. അതായത് അമേരിക്കയുടെ ബഹിരാകാശ യാത്രയിൽ ആംസ്ട്രോങ്ങും ആൾഡ്രിനും ഭൂമിയായിട്ട് സംസാരിക്കുന്ന ആ വാർത്താവിനിമയം റഷ്യ അവരുടെ ടെലിവിഷനിലും റേഡിയോയിലും കൂടി ഒന്ന് സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. നാലും മത്സരം ഉണ്ടെങ്കിലും പക്ഷേ സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. അപ്പോൾ അമേരിക്കയുടെ ചാന്ദ്രയാത്ര റഷ്യക്ക് പോലും സംശയമില്ല. പിന്നെ സംശയം മുഴുവൻ നമുക്കാണ്. അതെ. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ വെച്ചാൽ ഇപ്പൊ അന്ന് അത്രയും പോയി പിന്നെന്താ ഇതുവരെ ഏറ്റവും പ്രശ്നം. ഇവരൊക്കെ കരുതിക്കണം ആകെ ഒരു അപ്പോളോ 11 മാത്രം ചന്ദ്രൻ പോയി. അപ്പോളോ 11 കഴിഞ്ഞു, അപ്പോളോ 12 പോയി, അപ്പോളോ 13 ചന്ദ്രൻ ഇറങ്ങാൻ പറ്റാതെ തിരിച്ചു പോകുന്നു. 13. അപ്പോളോ 14 പോയി, 15 പോയി, 16 പോയി, 17 പോയി. ഇത് കഴിഞ്ഞിട്ട് 18, 19, 20 നാസ തയ്യാറാക്കിയിരുന്നു. പക്ഷെ നാസക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന ബജറ്റ് വീതം വെട്ടിക്കുറച്ചു. കാരണം അന്ന് വിയറ്റ്നാം യുദ്ധം നടക്കുന്ന സമയമാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് പ്രയാസങ്ങളൊന്നുകൂടി അങ്ങനെ ഈ 18, 19, 20 നാസ ക്യാൻസൽ ചെയ്ത്, അല്ലെങ്കിൽ അപ്പോളോ 20 വരെ ഉണ്ടാവുമായിരുന്നുള്ളൂ. 1973 അവസാനത്തെ അപ്പോളോ പോയി വന്നത്. പിന്നെ ഇനി ചന്ദ്രനിലേക്ക് മനുഷ്യൻ അയക്കേണ്ട കാര്യം എന്താ? പഠിക്കാത്തടത്തോളമൊക്കെ പഠിച്ചു. ഇനിയിപ്പോൾ ഒരാൾ പറയുകയാണ് എന്താ അമേരിക്ക ചന്ദ്രനിലേക്ക് അയക്കാഞ്ഞത്, എന്താ നാളെ അയക്കാത്ത? ചെറുപ്പമൊക്കെ അയക്കാൻ പറ്റുന്ന സംഭവം. അത് കോടിക്കണക്കിന് ഡോളർ ചിലവാക്കിയും അത്രയും സാങ്കേതിക വിദ്യ ചെയ്തിട്ട് വേണം. ഇനിതാ മനുഷ്യനെ ചന്ദ്രനിലേക്ക് 2027 നാസ വീണ്ടും അയക്കും. ഇക്കുറിക്കത്ത് പോകുന്നതിൻ്റെ പേര് ആർട്ടമിസ്. അതിൽ 4 പേരാ പോവാ. 3 പേര് ചന്ദ്രൻ ഇറങ്ങാനും ഒരാൾ തിരിച്ചൊരാളുടെ വാഹനം നിയന്ത്രിക്കാനും. ആ 3 പേരിൽ ഒരാൾ ഒരു വനിതയായിരിക്കും. അപ്പോൾ 2027 ഇനിയും മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോകും. അപ്പോഴും ചോദിക്കും പിന്നെന്ത് ഇത്ര കാലം നിന്നാ പഠിക്കാൻ പോരാ? കാരണം ഈ ചന്ദ്രൻ മാത്രം പഠിച്ചാൽ പോരാ. ഇപ്പം നമുക്ക് സൗരയൂഥത്തിലുള്ള ബാക്കി 8 ഗ്രഹങ്ങൾ തന്നെ ഉണ്ട്. അവയെ കുട്ടികളുടെ പഠനങ്ങൾ നടന്നുകൊടുക്കില്ലേ. നാസ വെറുതെ നിൽക്കുന്നൊന്നുമില്ല, എന്തെങ്കിലും പ്രോഗ്രാമായിട്ട് അടക്കം ചെയ്തുകൊണ്ടേയിരിക്കും. അതെ, ശരിക്കും ഹ്യൂമാനിറ്റിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു കാലത്ത് ഭൂമിയിൽ നിന്ന് നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോയി താമസിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ എവിടെ പോകുന്നതിനെ പറ്റിയ ചർച്ച നടക്കുകയാണെങ്കിൽ അത് നല്ലൊരു രീതിയിലുള്ള ചർച്ചയാണ്. അല്ല മനുഷ്യൻ ചന്ദ്രൻ പോയിട്ടില്ലേ, ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന സമയങ്ങൾ ഇവിടെയുള്ള റിസോഴ്സിന് വേണ്ടി ഇങ്ങനെ അടികൂടാതെ കൊണ്ടുവരാൻ പറ്റണം. കാരണം ഇത് നടപ്പോൾ നമ്മൾ പെട്രോളിയം, നമ്മുടെ ഡീസൽ, ഈ ഇന്ധനങ്ങളൊക്കെ ഇപ്പം തീരും. കാരണം അതൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ തീരും. പക്ഷെ ചന്ദ്രനിലെ മണ്ണിൽ ഹീലിയം 3 എന്ന് പറഞ്ഞ വാതകഷ്ടം പോലെ ഉണ്ട്. അടുത്ത നൂറ്റാണ്ടിൻ്റെ ഇന്ധനമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള സാധനമാണ് ഹീലിയം 3. ഈ ഭൂമിയിൽ മൊത്തം നോക്കിയാൽ നമുക്ക് 2 ടൺ ഹീലിയം കിട്ടില്ല. പക്ഷേ ചന്ദ്രനിലെ 1 ടൺ മണ്ണ് ചൂടാക്കിയാൽ പോലും അതിന് 1/4 ടണ്ണത്തോളം ഹീലിയം കിട്ടുന്നതാണ് ഇപ്പോൾ സയൻസ് പറയുന്നത്. അപ്പോൾ ഹീലിയത്തിൻ്റെ ഒരു കലവറയാണ് ചന്ദ്രൻ. അപ്പോൾ ഇനിയും പോയിട്ട് അവിടുന്ന് മണ്ണ് വന്ന് ചൂടാക്കി നമുക്ക് അതന്നെ ലാഭമല്ലേ. കാരണം ഈ ഇന്ധനങ്ങൾ ഇപ്പോൾ അവസാനിക്കും. പെട്രോൾ ഡീസലൊക്കെ ഇപ്പോൾ തീരും. പിന്നെ സോളാർ എനർജിക്ക് മാറിയേ മാർഗമുള്ളൂ. പക്ഷെ അതിനൊരു പരിധി ഉണ്ട്, ഒരു കപ്പാസിറ്റിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഹീലിയം 3 അടുത്ത നൂറ്റാണ്ടിൻ്റെ ഇന്ധനമാണ്. അത് ചന്ദ്രൻ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പോവുക. പിന്നെ സ്പേസ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് വെച്ചാൽ 2050 കൂടിയൊക്കെ പിന്നെ സ്പേസ് ടൂറിസം ആയിരിക്കും. സാധ്യത ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മളതിൻ്റെ തുടക്കം ഇലോൺ മസ്ക് മുതൽ തുടങ്ങുന്നുണ്ട്. പക്ഷെ അത് റിസ്ക് യാത്രയാണ്. അത് ഭയങ്കര റിസ്ക്കാണ്. സ്പേസ് ടൂറിസം തുടങ്ങേണ്ടി വരും. പക്ഷേ അതിന് സാങ്കേതിക വിദ്യ, നമ്മൾ സേഫായ ഒരു സാങ്കേതിക വിദ്യ ഇപ്പോഴും നമ്മൾ വികസിപ്പിക്കാൻ ഇനിയുണ്ട്. കാരണം നമുക്ക് ഇവിടുന്ന് കയറ്റി അങ്ങോട്ട് ആർക്കും അയക്കാം. പക്ഷെ തിരിച്ചു കൊണ്ടുവരാണല്ലോ ഏറ്റവും പ്രധാനം. അത് വളരെ പ്രധാനപ്പെട്ടല്ലേ. ഇപ്പം എന്നെ നിങ്ങളെയൊക്കെ റോക്കറ്റ് എത്തിച്ചാൽ കയറ്റി വിടാം, നിങ്ങൾ തിരിച്ചുകൊണ്ടല്ലേ. അതിനുള്ള കാര്യങ്ങളാണ് ഇനി ഏറ്റവും പ്രധാനം. അത് സേഫ് ആവാതെ ഈ സ്പേസ് ടൂറിസം നമുക്ക് അങ്ങനെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ഒരു രാജ്യവും അത് അത്ര പെട്ടെന്ന് പ്രോത്സാഹിപ്പിക്കാൻ ഇടയില്ല.
പക്ഷേ അതിന് പോകാനും റെഡി ആയിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ അറ്റ്ലാന്റിക്കിൻ്റെ അടിയിൽ പോയിട്ട് നമ്മൾ ആ പൊട്ടിത്തെറിച്ച് 7 പേര് മരിച്ചു. അതിൽ മരിച്ച ഒരാൾ 7 പ്രാവശ്യം ടൈറ്റാനിക് കണ്ട ആളാണ്. അത് എന്നിട്ട് അയാൾക്ക് ആഗ്രഹം വീണ്ടും അടങ്ങിയിട്ടില്ല. അങ്ങനെ മനുഷ്യൻ്റെ ആവേശം അങ്ങനെ തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ട് പോകാൻ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ അതിന് സേഫ്റ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൂടെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പേസ് ടൂറിസത്തിന് നല്ല ചാൻസ് ഉള്ളതാണ്. എന്നാലും മസ്ക് എത്രത്തോളം റെലവൻ്റ് ആണ് ശരിക്കും? അതാണ് അയാൾ മാഷ് പറയണം കാരണം ഇപ്പം അദ്ദേഹത്തിൻ്റെ ഇതിലിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അയാളൊരു റിസ്ക് എടുക്കുക തന്നെയാണ് അത്. അതായത് ഇപ്പോൾ റഷ്യ, അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ ഇവിടെയുള്ള ആളുകൾക്ക് മാത്രം സ്പേസ് പോയത് റഷ്യൻ്റെയും അമേരിക്കൻ്റെയും കൂടെയാണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് രാകേഷ് ശർമ്മ സ്പേസ് പോയത് പിന്നെ റഷ്യയുടെ കൂടെയാണ്. യൂറോപ്യനിലുള്ള സ്പേസ് ഏജൻസിൻ്റെ ആളുകൾ പോകുന്ന അമേരിക്കൻ്റെ കൂടെയാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ ചൈന ആളുകളെ മനുഷ്യൻ ശൂന്യാകാശത്തേക്ക് തുടങ്ങി. ഈ 3 രാജ്യങ്ങൾ റഷ്യ, അമേരിക്ക, ചൈന, ഈ 3 രാജ്യങ്ങൾ മാത്രമേ മനുഷ്യനെ സ്പേസിൽ അയച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു പ്രൈവറ്റ് ടീം മനുഷ്യനെ സ്പേസിൽ അയച്ച് കൊണ്ടുവന്ന് ഇലോൺ മസ്കിൻ്റെ അതാണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം മറ്റെന്താണ് ഒരു രാജ്യത്തിൻ്റെ സമ്പത്തും റിസോഴ്സും മൊത്തം ഉപയോഗിച്ചിട്ടാണ് സ്പേസ് പോകുന്നത്. ഇതൊരു വ്യക്തി എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ മുഴുവൻ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ടെക്നോളജി വികസിപ്പിച്ചത്. അത് നമ്മൾ സല്യൂട്ട് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ആ സാധനം തിരിച്ചിറക്കുന്ന പുതിയ ടെക്നോളജി. അപ്പോൾ എത്ര പിന്നെ പ്രിപ്പറേഷൻ അതിന് മുമ്പ് നടത്തിയിട്ടുണ്ടാവും. അതാണ് ഏറ്റവും പ്രത്യേകത. മറ്റേ മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കാൻ വേണ്ടി അമേരിക്കക്ക് എടുത്തത് 18 വർഷമാണ്. 18 വർഷത്തോളം 1969 മുമ്പേ 18 വർഷം മുമ്പ് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനത്തെ ഓരോ പ്രോഗ്രാമുകൾ. അത് കഴിഞ്ഞിട്ടാണ് മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കാൻ പറ്റുന്നത്. പക്ഷെ ഇപ്പോഴുള്ള ആളുകൾക്ക് ആ വഴി അറിയാലോ. ഇതൊന്നും അറിയാതെ നട്ടം തരുന്ന ഒരു കാലമാണ് റഷ്യ, അമേരിക്ക. ആ കാലത്ത് ഓരോന്നും നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ അവരെ നമ്മൾ കുറ്റം പറയാൻ അവരെ അന്നത്തെ അതിനാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ടത്. കാരണം ഒന്നും അറിയാത്ത ഒരു സ്ഥലത്തേക്ക് എങ്ങനെ പോയി വരാന്നുള്ള വഴിയുണ്ട്. ഇപ്പം മറ്റുള്ള രാജ്യങ്ങൾക്ക് എന്താ, ഇത്ര ദൂരെയാണ് ചന്ദ്രൻ, ഇത്ര സ്പീഡ് പോയി അവിടെ എത്തും, ഇന്ന വാഹനം ഉപയോഗിക്കാം, ഇന്ന ഇന്ധനം മതി, ഇതൊക്കെ നമുക്ക് മുന്നിൽ വഴിയുണ്ട്. അപ്പോൾ ആ കാലത്ത് ആ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചവരോട് നമ്മൾ എപ്പോഴും നന്ദി പറയുന്നത്. പിന്നെ കാരണം അത് എത്ര നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവും, എത്ര നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവും, എത്ര സമ്പത്ത് ചെലവായിട്ടുണ്ടാവും, അതിപ്പോൾ അല്ല. ഇപ്പം അതൊക്കെ വളരെ കുറവല്ലേ. ഇത്രയും ടെക്നോളജി വികസിച്ചിട്ടും എന്നിട്ട് എന്തെല്ലാം അപകടം സംഭവിക്കുന്നുണ്ട്. അപ്പം അന്ന് അപകടം വളരെ കുറവാണെന്നല്ലേ അഭിപ്രായം. അന്നിപ്പോൾ ആകട്ടെ അതൊരു ചാലഞ്ചർ. പിന്നെ ഇപ്പോൾ നമ്മളെ കൽപ്പന പൊളിച്ച നമ്മളെ പിന്നെ കൊളംബിയ, അതിനുമ്പ് റഷ്യയുടെ സോയൂസ് 2 ഇത്രയും അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള സ്പേസ് യാത്രയില്ലേ. റോഡിലൂടെ പോകുന്ന ബസ്സും കാറും കുത്തി മറിഞ്ഞ് എത്ര പേര് പൂക്കി പറഞ്ഞു നമുക്കറിയില്ലേ. 43 പേരാണ് ബസ് കത്തി അന്ന് ഭൂമിയിൽ മരിച്ചത്. സ്പേസ് യാത്രയിൽ എത്ര പേര് മരിച്ചിട്ടില്ലല്ലോ. ഈ 43-44 പേരൊന്നും സ്പേസിന്റെ യാത്രയിൽ മരിച്ചിട്ടില്ല. അപ്പോൾ സ്പേസ് യാത്ര അത്രയും സേഫ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വേണ്ട ഒരു സാധനം കൂടിയാണ് സ്പേസ് യാത്ര. ഭൂമി പോണ ബസ്സും കാറും കുത്തി മരിച്ചാണ്ട് എത്ര പേര് ദിവസേന എടുക്കണം. ഇതാകേണ്ടത് വളരെ തുച്ഛമായ അപകടങ്ങളാണ്. അപ്പോൾ അത്രയും സേഫ്റ്റിയിലാണ് നമ്മൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ നമുക്ക് ഇപ്പോൾ വളരെ കുറവ് അപകടങ്ങൾ ഇനി തീർത്തും കുറയും. കാരണം നമുക്കറിയാം അതിനുള്ള ഒരു പ്ലാൻ ബിയും കൂടി നമ്മുടെ കൂടെ ഉണ്ടാവും. അവർക്ക് എന്തിനും പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതും കൂടി. അന്ന് അതൊന്നുമില്ലല്ലോ. അപ്പൊ യൂറിയകരൻ സൂനാസ് പോയ കഥകൾ നനച്ചൊക്കെ ആദ്യമായിട്ട് പോണ മനുഷ്യൻ രണ്ടും കൽപ്പിച്ചുള്ള പോക്കല്ലേ. സത്യം ഒരു വന്നാ വന്നില്ല. അതല്ലേ പ്രശ്നം. രണ്ടും കൽപ്പിച്ചാണ് പോവാ. ഇന്നേ വരെ ഒരാളും പോവാത്തൊരു സ്ഥലം. അത് അതിന്റെ അപ്പുറത്തേക്ക് ശൂന്യതയല്ലേ. ഒന്നും അറിയില്ല എന്തൊക്കെ അയാൾക്ക് ഭൂമി. അതായത് ഭൂമിന്റെ ഈ ഗോളാകൃതി ആദ്യമായി നേരിൽ വ്യക്തി ഗഗാറിനേക്കാരൻ. അയാൾ തിരിച്ച് ഭൂമിയിൽ 90 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മണിക്കൂറാണ് ഭൂമി ഒരു പ്രാവശ്യം വലയം വെക്കാൻ സ്പേസിലൂടെ. അത് കഴിഞ്ഞ് സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരിച്ചെത്തി കഴിയുമ്പോൾ അയാൾ ആരായി ഒന്ന് ആലോചിക്കി. വരുന്നെന്താ ഉറപ്പ്? ഒരുറപ്പില്ലല്ലോ. ഇപ്പം തന്നെ നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മാനസികാവസ്ഥ അത് വളരെ പെട്ടെന്ന് ഉൾക്കൊള്ളണം. കാരണം നമുക്കിതൊക്കെ ഒരു സാഹസിക യാത്ര മാത്രമാണ്. പക്ഷേ ഈ ചന്ദ്രനിറങ്ങിയ നീൽ ആംസ്ട്രോങ് ആട്ടെ ഒപ്പം പോരവിടെ അവരെ ആ മാനസികാവസ്ഥ ഒന്ന് ആലോചിക്കുക. ഈ ഭൂമി നോക്കുമ്പോൾ ഒരു വെളുത്ത പൊട്ട്, അതിൻ്റെ അടുത്തേക്കിങ്ങനെ പോകുമ്പോൾ അതിങ്ങനെ വലുതായി ഇങ്ങനെ വരിക, അതിൽ പോയി ഇറങ്ങുക. 2 മനുഷ്യരൊരു ദുനിയാവിൽ ഒരു ലോകത്ത് അല്ലേ. നിലയും വിളി ഉണ്ടാക്കലും കൂടി ഓടി വരാനും കൂടി ആവശ്യമില്ല. അപ്പൊ അവരെ ധൈര്യ മാനസികാവസ്ഥ. അപ്പൊ ഇവര് തിരിച്ചു വരുന്ന വാഹനത്തെ ഒറ്റയ്ക്ക് ശൂന്യാസം നിയന്ത്രിക്കുന്ന മൈക്കൽ കോളിൻസ്, ലോകത്തിലെ ഏറ്റവും വലിയ ഏകാന്തത അനുഭവിച്ച വ്യക്തിയൊക്കെ അല്ലേ. ഒന്ന് പേടിയുണ്ടാവും ഒരു മനുഷ്യന്. അപ്പൊ അവരെ ആ എന്തെങ്കിലും അപകടം പറ്റിയാൽ അവരെ ചന്ദ്രൻ ഉപേക്ഷിച്ച് തിരിച്ചു പോരുക എന്നാണ് നിർദ്ദേശം. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഈ സാങ്കേതികത എത്രത്തോളം സേഫാണോ. അപ്പോൾ ഇവർ 2 പേരോട് നോക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ. നമ്മൾക്ക് അവർ തിരിച്ചെന്ന് ആദ്യമായി ചന്ദ്രനിറങ്ങിയ നീൽ ആംസ്ട്രോങ്, രണ്ടാമനിറങ്ങിയ എഡ്വിൻ ആൽഡ്രിൻ, നമുക്ക് ഇത്രേ ഉള്ളൂ. അവർ ഭയങ്കര സൂപ്പർ ഹീറോസോ. പക്ഷെ അവരനുഭവിച്ച മാനസികാവസ്ഥ അതും നമ്മൾ മറ്റുള്ളവർ പറഞ്ഞു. ഇപ്പം ഞാൻ ക്ലാസ്സിൽ കുട്ടികളോട് പറയുമ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നമ്മൾ പറയാം. കാരണം ഇവർ സൂപ്പർ ഹീറോസ് മാത്രമായ പോരാ. കാരണം നമ്മളെപ്പോലുള്ള മനുഷ്യരാണ്. അപ്പോൾ അവർക്കുള്ള പേടിയും ആ ഭയവും ഇതൊക്കെ നമ്മൾ ആ കുട്ടികളെ മുന്നിൽ അവതരിപ്പിക്കണം. അപ്പോഴേ കുട്ടികൾക്ക് ഇത് അത്രയും ഒരു ത്യാഗം അവർ ചെയ്താൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ല നമ്മൾ വെറുതെ 2 ചന്ദ്രൻ പോയി തിരിച്ചു ആഘോഷം പൊട്ടിക്കാരില്ല. അവരങ്ങനെ പോയി ഇറങ്ങിയിട്ടുണ്ടാവല്ലേ. നല്ല സുഖമല്ലത്. ഇതിപ്പോ മൈസൂർക്ക് ടൂർ പോണ മാതിരി ബസ്സിൽ ഇറങ്ങാൻ കയറാൻ പറ്റുന്ന സ്ഥലം. ഒരാള് സഹായത്തിനില്ലാത്തൊരു സ്ഥലല്ലേ.
50-50 ചാൻസാ. അതെ, എന്തും നടക്കാം. അറിയാത്ത സ്ഥലം, അത്രേ പറയാൻ പറ്റുള്ളൂ. ഒന്നും അറിയില്ല. ഒരു ജീവനുള്ള വസ്തു ഇന്നേ വരെ ചെന്ന് ഇറങ്ങാത്തൊരു സ്ഥലം. അപ്പൊ അവരെ എന്ത് വിളിക്കണ്ടി? അവരൊന്ന് ഹീറോസ് മാത്രമല്ല, സൂപ്പർ ഹീറോസ് ആണോ അവരൊക്കെ. അപ്പൊ അതിന്റെ മാനുഷിക വശം കൂടി നമ്മൾ ഈ കാര്യങ്ങൾ കുട്ടികളോട് പറയുമ്പോൾ തീർച്ചയായിട്ടും പറയേണ്ടത്. കുട്ടികൾ നല്ല ലോകത്തോട് ആരും അതൊന്നും ശ്രദ്ധിക്കൂല. അങ്ങനെയുണ്ടല്ലോ, അവര് സാധാ മനുഷ്യരല്ലേ. ഇനി ആംസ്ട്രോങ്ങിന്റെ ആ ഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കാം. 18-ാമത്തെ വയസ്സിൽ വിമാനം പറത്താനുള്ള ലൈസൻസ് കിട്ടിയ ആളാണ് നീൽ ആംസ്ട്രോങ്. അദ്ദേഹം ഒരു സിവിലിയൻ, സാധാരണക്കാരൻ, ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. നമ്മളിവിടെ 21 വയസ്സായിട്ട് എച്ചിട്ടിട്ട് ശരിയാണ് അല്ലേ? 18-ാമത്തെ വയസ്സിൽ 16-ാമത്തെ വയസ്സിൽ പറക്കാനുള്ള ലൈസൻസ് കിട്ടിയാണ്. അപ്പോൾ മനുഷ്യനെ ചന്ദ്രനിൽ ഇറങ്ങുമ്പോൾ ആദ്യം ഇറങ്ങുന്ന വ്യക്തി ഒരു സാധാരണക്കാരനാവണമെന്ന് നാസക്ക് അമേരിക്കക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് നീൽ ആംസ്ട്രോങ് അങ്ങനെ തെരഞ്ഞെടുക്കുന്നതല്ലേ. അദ്ദേഹം നിർബന്ധമായിട്ട് ഒരു സിവിലിയൻ സാധാരണക്കാരനാവണമെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഭാഗ്യം ഒന്ന് ആലോചിക്കുക. ആദ്യം ചന്ദ്രനിറങ്ങും. ഈ ലോകവും അതിൽ മനുഷ്യനും ആകാശത്ത് ചന്ദ്രനും ഉണ്ടെങ്കിൽ ഈ ലോകം അവസാനിക്കുന്നവരെ നമ്മൾ ഓർമ്മിക്കുന്ന ഒരു പേര് ആംസ്ട്രോങ്. അപ്പൊ രണ്ടാമത് ഇറങ്ങിയ എഡ്വിൻ ആൾട്ടന്റെ സങ്കടം രണ്ടാമനായി പോയി എന്നുള്ള ആ ഒരു സങ്കടം അല്ലേ? അപ്പൊ അത് അവർ മാനസികമായിട്ടും മനസ്സ് സ്വാഭാവികമായിട്ടും വരുന്നതാണല്ലോ. അപ്പൊ അതാണ് ഈ ആദ്യം ഇറങ്ങേണ്ടത് ആരാന്നും രണ്ടാമത് ഇറങ്ങേണ്ടത് ആരാന്നും ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് 3 വർഷത്തെ ട്രെയിനിങ് അപ്പൊ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും. അല്ല ഞാൻ ഇന്നെക്കാളും മുന്നിൽ ചാടി ഇറങ്ങാന്നൊന്നും അവിടെ പറയാം. അതൊന്നും പറ്റില്ല, അതിനുള്ള വകുപ്പില്ല അവിടെ. അപ്പൊ അത് വളരെ പ്രയാസമല്ല. അപ്പൊ അവർക്ക് ഒന്നാമനായ ഭാഗ്യം, രണ്ടാമനായി പോയി എന്നുള്ള സങ്കടം, ഇതൊക്കെ ഉണ്ടാവില്ല. മാനസികാവസ്ഥ ഒരുപാടുണ്ടാവും തീർച്ചയായിട്ടും. അപ്പൊ ചന്ദ്രൻ പോകാൻ അവസരം കിട്ടാത്ത അമേരിക്കയിൽ ഒരുപാട് ബഹിരാകാശ യാത്ര ഉണ്ടാവും. കാരണം ഒരു ബഹിരാകാശ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ? യെസ്, ബഹിരാകാശ യാത്രയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരാളെന്ന് പറഞ്ഞാൽ വേറെ ലോകത്ത് പോയി ഇറങ്ങി തിരിച്ചില്ല എന്നുള്ളതല്ലേ. ഈ 435 കോടി ജനങ്ങളുടെ ഈ ഭൂമിയിൽ ആകെ വെറും 12 പേർക്ക് ചന്ദ്രൻ ഇറങ്ങാനുള്ള അവസരം കിട്ടിയുള്ളൂ. വെറും 12 പേർക്ക്. അപ്പൊ അവരെ ഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അതാണ് പ്രത്യേകത. ഏറ്റവും നിർഭാഗ്യരായിട്ട് പറയുന്ന അപ്പോളോ 13 ആൾക്കാർ ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യർ. ചന്ദ്രന്റെ അടുത്തേറ്റം പോയി എന്നെ ഇങ്ങനെ 16-17 കിലോമീറ്റർ ചന്ദ്രനെ കണ്ട് വി ലോസ്റ്റ് ദ മൂൺ തിരിച്ചു പോരേണ്ട ഒരു അവസ്ഥ വന്നാൽ എന്തുണ്ടായത്? അതൊരു ഓക്സിജൻ ടാങ്ക് ഇവർക്ക് ശ്വസിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഓക്സിജൻ ടാങ്ക് 3-4 ഉണ്ടാവും ഈ വാഹനത്തിനകത്ത്. അതിൽ ഒന്നിൻ്റെ അകത്തുള്ള പ്രഷർ ക്രമാതീതമായി കൂടി അതിൻ്റെ പാനൽ പുറത്തേക്ക് തെറിച്ചുപോയി. മിക്കവാറും ഓക്സിജനൊക്കെ സ്പേസിൽ പിന്നെ ചോർന്നു പോയി. പിന്നെ ചന്ദ്രനിൽ ഇറങ്ങി തിരിച്ചു വരുന്നവരെ ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ ഉണ്ടാവില്ലെന്ന് കരുതി ഇവർ ചന്ദ്രനിൽ ഇറങ്ങാതെ തിരിച്ചു വന്നു. അതുകൊണ്ട് എന്ത് പറ്റി? അവർ 3 പേരെ നമുക്ക് സേഫായിട്ട് ഭൂമിയിൽ തിരിച്ചെത്തിക്കാൻ പറ്റും. അതുകൊണ്ട് അപ്പോളോ 13 നമ്മൾ പേര് പറയും എ സക്സസ്ഫുൾ ഫെയിലിയർ എന്നാ പറയാം. സക്സസ് ആണ് ഏത് കാര്യത്തിൽ ഇവരെ ഭൂമിയിലേക്ക് തിരിച്ചുകൊണ്ടാൻ പറ്റില്ല. ഫെയിലിയർ ആണ് ഏത് കാര്യത്തിൽ ചന്ദ്രനിൽ ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അതിനുശേഷമാണ് പിന്നെ ഇവർക്ക് ഇരിക്കാനുള്ള കമാൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞ വാഹനം നമ്മൾ റീഡിസൈൻ ചെയ്തത്. കാരണം ഒന്ന് കഴിഞ്ഞാൽ ഒന്നിന് വളാവുള്ളൂ എന്ന് പറഞ്ഞ മാതിരി പിന്നെ നമ്മൾ ഒന്നുകൂടെ സേഫ് ആക്കിയിട്ട് ആ യാത്ര വീണ്ടും അപ്പോളോ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് മെച്ചപ്പെടുത്താൻ പറ്റി. പിന്നെ വാഹനത്തിൻ്റെ സേഫ്റ്റി ഏറ്റവും പ്രധാനം. അപ്പോൾ അപ്പോളോ 13 അതിൽ ചന്ദ്രൻ ഇറങ്ങാൻ പറ്റാതെ തിരിച്ചു പോകുന്നവർ. കാരണം ചന്ദ്രനെ 14 കിലോമീറ്റർ അടുത്തിട്ട് തന്നെ കണ്ടിട്ട് ആലോചിക്കാൻ പറ്റില്ല അല്ലേ? ഭയങ്കര ഞാൻ അതാണ് പറഞ്ഞത്. അപ്പോൾ അയാൾ എന്നിട്ട് ജിം ലോവല് അതിന്നിങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട് നിങ്ങളത്തെ ഇങ്ങനെ പറയും ബി ലോസ്റ്റ് ദി മൂൺ. ആ ഒന്നും ആലോചിക്കാൻ പറ്റില്ല. നമുക്കൊന്നും എന്താ പറയാൻ പറ്റാ, അവർക്ക് തടി ബാക്കി കിട്ടിയില്ലെന്ന്. അതല്ലല്ലോ എന്റെ ചോദ്യം. എത്ര ദൂരെയാണ്? അത് 3,84,400 കിലോമീറ്റർ ഭൂമിയിൽ നിന്ന് അത്രയും ദൂരം പോയിട്ട് അതിൻ്റെ അടുത്ത് 16-17 കിലോമീറ്റർ എത്തുമ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പം ഇറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞ് പോയ ആളുകൾ ഒന്നും പറ്റാതെ ജീവൻ മരണ പോരാട്ടമാണ് പിന്നെ തിരിച്ചു വരാന്നുള്ളത്. അങ്ങനെ എത്തേണ്ടി വന്ന സംഭവം. അപ്പോൾ ഇതാ പറഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥയും കൂടി നമ്മൾ ഇതിലൊക്കെ നിങ്ങൾ പറയുമ്പോഴേ ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഒരു സ്പേസ് സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരാൾ 100 ദിവസമൊക്കെ നിൽക്കുമ്പോൾ 100 6 മാസം 7 മാസം നിൽക്കുന്നവരൊക്കെ ഒറ്റക്കല്ല, ഏറ്റവും ചുരുങ്ങിയത് 3 പേരുണ്ടാവും. 3 പേര് എപ്പോഴും ഉണ്ടാവും. കാരണം 3 പേരിൽ ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അവർ കുറച്ച് കഴിയുമ്പോൾ അവരെ കൊണ്ടുവന്നിട്ട് വേറെ 3 പേരെ 4 പേരെയൊക്കെ നിൽക്കാം. 6 പേർക്ക് വരെ അതിനകത്ത് ഒരേ സമയം നിൽക്കാം. അവർ ഭൂമി എങ്ങനെ ചുറ്റും ഓരോ 90 മിനിറ്റിലും. ആലോചിച്ച് ഇപ്പൊ ഭൂമിക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 6 പേര് അവിടെ ബാക്കിയുണ്ടാവും കുറച്ച് ദിവസം, പിന്നെ ഉണ്ടാവില്ല. അതാണ് ഒരു പ്രത്യേകത. അപ്പോൾ അവർക്ക് അതിനുവേണ്ട സൗകര്യങ്ങൾ, ട്രെയിനിങ്, അത് ശാരീരികവും മാനസികവുമായ ഫിറ്റ്നസ് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഈ സ്പേസ് സ്റ്റേഷനിലൊക്കെ ഈ ഓക്സിജനും ഇതൊക്കെ ഫുള്ള് നിറച്ച് വെക്കുന്നതാണ്. അത് നമ്മൾ സ്പേസ് ഷട്ടിലിൽ പോയിട്ട് കൊണ്ടുപോയി ചെയ്യുന്നതാണ്. നമുക്ക് അവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതില്ല, അത് മിക്കവാറും കൊണ്ടുപോകുന്നതാണ് അധികം ഉണ്ടാവുക. പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി ചിലവേറും. പിന്നെ ഈ സ്പേസിലേക്ക് പോകുമ്പോൾ ഈ വാഹനത്തിന്റെ വെയിറ്റ് പരമാവധി കുറയ്ക്കാനാണ് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇത് മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പേലോഡ് കൊണ്ടുപോകും. പേലോഡ് എന്നാണ് സൂനാസ് കൊണ്ടുവന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞ പേര് പേലോഡാണ്. പേലോഡ് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഭാരം കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനവും റോക്കറ്റിന് ശക്തിയും കൂട്ടണം. അത് അപകടങ്ങൾക്ക് വലിയ സാധ്യത ഒരുപാട് വരുത്തും. അതുകൊണ്ടാണ് നമ്മൾ പരമാവധി വെയിറ്റ് കുറക്കുക എന്നുള്ളതാണ്. അവിടെ ചിലപ്പോൾ വെള്ളത്തിന്റെ രൂപത്തിൽ കൊണ്ടുപോകില്ല, ഹൈഡ്രജനും ഓക്സിജനായിട്ട് അവിടെ മിക്സ് ആക്കി വെള്ളമാക്കല. ആ വെള്ളത്തിന് വെയിറ്റ് കൂടുതൽ വരില്ലേ.
അപ്പോൾ അങ്ങനെ കുറേ പ്രയാസങ്ങൾ ഇത് സാങ്കേതികവിദ്യ ഭയങ്കര ഇത് പഠിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഇതൊന്നും വിട്ടുപോകില്ല. അതായത് നമുക്കിപ്പോൾ അത്യാധുനികമായിട്ട് കിട്ടുന്ന എല്ലാ ഡ്രില്ലുകൾ ഇതൊക്കെ നാസ അല്ല ഈ അപ്പോളോ പദ്ധതിക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. അതിപ്പോൾ നമ്മുടെ വാക്യൂം ക്ലീനർ ഇപ്പോൾ നമ്മൾ ഈ സോഫ സെറ്റിൽ നിന്നും ഈ കാർപ്പറ്റിൽ നിന്നൊക്കെ പൊടി വലിച്ചെടുക്കാറ് അത് ഈ അപ്പോളോ വാഹനങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി നാസ തയ്യാറാക്കിയതാണ്. ഇപ്പം നമ്മളെ ഇവരുണ്ടല്ലോ നമ്മളെ ഫയർമാൻമാരൊക്കെ ധരിക്കുന്ന ഒരു തീ തട്ടാൻ പൊള്ളാത്ത ഒരു ഡ്രസ്സ് ഉണ്ട്, അത് അപ്പോളോ യാത്രയുടെ സ്പേസ് സൂട്ടിന്റെ വേറെ രൂപമാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ വാച്ച് ക്ലോക്ക് അക്കങ്ങൾ പറയണേ അത് അപ്പോളോ യാത്രയ്ക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. നമുക്കും ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോളോയുടെ പറയാ ഒരു ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ സാധനങ്ങൾ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പിൻ ഓഫ് എന്ന് പറയാം. അപ്പോളോക്കാണ് ഏറ്റവും കൂടുതൽ സ്പിൻ ഓഫുകൾ ഉള്ളത്. ഈ വാക്യൂം ക്ലീനർ, ഞാൻ പറഞ്ഞ ഈ സ്പേസ് സൂട്ട്, ഇവിടെ കുപ്പായം, ഈ ഡിജിറ്റൽ വാച്ച്, ഇങ്ങനെ എന്തെല്ലാം സാധനങ്ങൾ അപ്പോളോയുടെ വില നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ പിന്നെ ഡ്രില്ലറുകൾ, ചുമരുകളൊക്കെ ഡ്രില്ലർ, ഇപ്പൊ അതൊക്കെ നമ്മളിപ്പോഴാണ് സാർവത്രികമായിട്ട് ഉപയോഗിച്ചത്. അത് അപ്പോളോ യാത്രയ്ക്ക് വേണ്ടി ചെയ്ത ഉണ്ടാക്കിയ കുറേ സാധനങ്ങളാണ്. പിന്നെ ബാറ്ററികൾ, ഇപ്പം നമ്മൾ മൊബൈലിലൊക്കെ ഉപയോഗിക്കുന്ന ഇത്തരം ബാറ്ററികളുടെ പൂർവ്വരൂപമാണ് അപ്പോളോ അവർ അവിടെ ഉപയോഗിച്ചു. പിന്നെ ചന്ദ്രൻ ഓടിക്കാൻ വേണ്ടി ഉപയോഗിച്ച ജീപ്പിലൊക്കെ ഉപയോഗിച്ച ബാറ്ററികളൊക്കെ ഇതിൻ്റെയൊക്കെ പൂർവ്വരൂപമാണ്. ലിഥിയം അയോൺ ബാറ്ററി ഉണ്ട്, ലിഥിയം അയോൺ ബാറ്ററി ഒക്കെ, അതൊക്കെ അതിൻ്റെ പൂർവ്വരൂപങ്ങളാണ് അവർ ഉപയോഗിച്ചത്. അത് പിന്നെ നമ്മൾ ചെറുതാക്കി നാനോ ടെക്നോളജി ചെറുതാക്കിയപ്പോൾ നമ്മൾ മൊബൈലും മറ്റൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അവരൊക്കെ ഒരു വലിയ ബാറ്ററികളൊക്കെ ഉപയോഗിച്ച് ആ കാലം തൊട്ടേ തുടങ്ങിയതിൻ്റെ ബാക്കി സ്പിൻ ഓഫുകളാണ് ഇപ്പം നമ്മളൊക്കെ ഉപയോഗിക്കുന്നത്. എവിടെ നിൽക്കുന്നത്? ഇനി മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കുന്ന അടുത്ത പദ്ധതി ആർട്ടമിസ് ആണ്. അതിനുള്ള ട്രെയിനിങ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. വാഹനങ്ങൾ 1, 2, 3 പരീക്ഷിച്ചു കഴിഞ്ഞു. കാരണം ഇക്കുറി പേലോട് കുറച്ച് കൂടും, വെയിറ്റ് കൂടുന്നു. കാരണം 4 മനുഷ്യന്മാരുണ്ട്, 3 ആൾ ചന്ദ്രൻ, ഒരാൾ കുടുംബത്തിന് ആവശ്യമുള്ളതൊക്കെ കൂടി. മാത്രമല്ല പിന്നെ ചന്ദ്രൻ ഓടിക്കാൻ വേണ്ടി ചില വാഹനങ്ങൾ വേണം. കാരണം ചന്ദ്രൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ചുറ്റുവട്ടത്തിൽ നടന്നു പോയി ചെയ്യുന്നത് പരീക്ഷണം മാത്രം പോരല്ലോ. കുറച്ചുകൂടി ദൂരെ പോകണമെങ്കിൽ അവിടെ വേറൊരു പ്രത്യേക വാഹനം നമ്മൾ ഉപയോഗിക്കും. ലൂണാർ റോവർ എന്ന് പറഞ്ഞ് അത് അപ്പോളോ 15-ലും 16-ലും നമ്മൾ ഉപയോഗിച്ചതാണ്. അതിൻ്റെ കുറച്ചുകൂടെ നല്ലൊരു വേർഷൻ വേണം. അപ്പോൾ അതൊക്കെ വെയിറ്റ് കൂടും. അപ്പോൾ ഒന്നുള്ളത് ഇങ്ങനെ കപ്പാസിറ്റി, അതായത് ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ് ഒക്കെ കഴിച്ച അപ്പോളോയാണ് നമ്മൾ ഇനി ആർട്ടമിസ് എന്ന് പറയാന്ന് പറഞ്ഞത്. കാരണം അപ്പോളൊക്കെ ഉപയോഗിച്ച സാറ്റൻ എന്ന് പറഞ്ഞ റോക്കറ്റ് 110 മീറ്ററാണ്. മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ചതിൽ വെച്ച ഏറ്റവും ശക്തിയുള്ള റോക്കറ്റാണത്. അതിലും വലുതാണ് ഇനി ആർട്ടമിസിന് വേണ്ടത്. അപ്പൊ എന്തായിരിക്കും ചെലവും അതിന്റെ വിക്ഷേപണമൊക്കെ കാണാൻ കിട്ടിയ ഒരു ഭാഗ്യം സംഭവം തന്നെയാണ്. കെനഡി സ്പേസ് സെന്ററിൽ വെച്ചേക്കാം, അമേരിക്കയിലേക്കല്ലേ, നമുക്ക് ലൈവായിട്ട് കാണാം. അന്ന് കുട്ടികൾക്ക് ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കാമല്ലോ, നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി കുറച്ച് പഠിച്ച ഒരാൾ നമുക്ക് പറയാൻ പറ്റുമല്ലോ. അങ്ങനെ കുറെ ഭാഗ്യങ്ങൾ അതിന്റെ ഇതിൽ വരാനുണ്ട്. അപ്പൊ ഇന്ത്യ മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കാൻ ഉടനെ തുടങ്ങുമ്പോഴും നമുക്ക് എന്താണെന്ന് അറിയാലോ. ഇന്ത്യ എന്താണ് പ്രോബിനെ അത് കുറെ അയക്കും, അത് നമ്മൾ അയക്കും. അതൊക്കെ നമ്മളെ വേറെ ഉണ്ട്. നമുക്ക് മനുഷ്യനെ സ്പേസിലേക്ക് അയക്കുന്ന പ്രോഗ്രാം മാത്രമല്ലല്ലോ, മറ്റു പ്രോഗ്രാമും ഒരുപാടുണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം, അതും ഇടയ്ക്കിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെയാണ് പ്രോപ്സ് അവിടെ പോയിട്ട് ശരിക്കും അവിടെ ഇറങ്ങി ചന്ദ്രനിൽ ഇറങ്ങുന്നതുണ്ട്. ഇപ്പൊ നമ്മൾ ചന്ദ്രയാൻ 1, 2, 3 ചന്ദ്രനിൽ ഇറങ്ങിയാണ്. 2 ആണ് കുറച്ച് പ്രശ്നം പറ്റിയത്. അവ ഇറങ്ങിയിട്ട് കുറെ വിവരങ്ങൾ നമുക്ക് അവിടെ തരും. അതാണ് അമേരിക്ക, അത് അവിടെ തന്നെ കിടക്കുന്നത്. അമേരിക്ക, റഷ്യ ഒക്കെ ആദ്യകാലങ്ങളിൽ ചെയ്താണത്. നമ്മളൊന്നുകൂടി കുറച്ച് അഡ്വാൻസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുക. കുറച്ചും കൂടി ചന്ദ്രനിൽ ഇന്നേ വരെ ആരും കൈവെക്കാത്ത ചില സ്ഥലങ്ങൾ കൈവെക്കാനാണ് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ അതിനാണ് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സൗത്ത് പോൾ ഭയങ്കര ധ്രുവപ്രദേശങ്ങളിൽ കൊണ്ട് ഇറക്കുന്ന ഭൂമിയായിട്ടുള്ള വാർത്താവിനിമയം ബന്ധം, ഈ വാഹനം ചെന്ന് ഇറങ്ങൽ, ഇതൊക്കെ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ അതിനൊരു വെറൈറ്റി ഉള്ളൂ. എല്ലാവരും ചെയ്താൽ നമ്മൾ ചെയ്യുമ്പോൾ രസമല്ലല്ലോ. അതാണ്. അപ്പൊ ലോകത്തിലെ 5 രാജ്യങ്ങൾക്ക് ഇപ്പൊ ചന്ദ്രനിലേക്ക് ഇങ്ങനെ വാഹനങ്ങളാക്കാൻ പറ്റിയുള്ളൂ. അതിലൊരു രാജ്യം ഇപ്പൊ ഇന്ത്യയായി മാറിയില്ല. നമ്മൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ്. മാത്രമല്ല നമ്മുടെ സ്പേസ് പ്രോഗ്രാമിൽ ചെലവും കുറവാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച്. അതെ, ഭയങ്കര കുറവാണ്. നമ്മളെ ക്ഷേമ റോക്കറ്റ് PSLV ആയാലും GSLV ഒക്കെ ആയാലും നമ്മളതിൻ്റെ കോസ്റ്റ് നമുക്ക് കുറവാണ്. നമ്മൾ മറ്റു രാജ്യങ്ങൾ നമ്മളിപ്പോൾ ഒരുപാട് വിശ്വസിക്കാൻ തുടങ്ങി. നമ്മളോരോ പേലോഡുകൾക്ക് സ്പേസിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ചിലവ് കുറവാണ്. നമ്മളത് പിന്നെ പൈസയും കിട്ടുന്ന അതൊരു വേണ്ടേ, ഇതിൻ്റെ ചിലവ് നടന്നു പോകണ്ടേ. അപ്പോൾ അത് മാത്രമല്ല നമ്മൾ ഇതിൻ്റെ, അതായത് നമ്മുടെ വിക്ഷേപണ വാഹനങ്ങളുടെ പിന്നെ സക്സസ് റേറ്റ് കൂടുതലാണ്, പരാജയം വളരെ കുറവാണ്. എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കാതിരിക്കില്ല. കാരണം അത് എന്തെങ്കിലും ചെറിയ സെക്കൻഡിന്റെ 100 അംശത്തിന് എന്തെങ്കിലും പറ്റിയാൽ സംഭവിക്കാം, പ്രോബബിലിറ്റി കൂട്ടാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇത്രയും സേഫ് അല്ല നമ്മളൊക്കെ. തീർച്ചയായിട്ടും. അപ്പോൾ മറ്റു രാജ്യങ്ങളുടെ അപകടത്തിന്റെ 100 നമുക്കില്ല. നമ്മൾ അത്രയും സേഫ് ആയിട്ടാണ് കാര്യങ്ങളായത്. പണ്ട് ആൾക്കാർ ചോദിക്കുമായിരുന്നേ, ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു ദരിദ്ര രാഷ്ട്രമല്ലേ, നമുക്കിപ്പോ ആ സ്പേസ് റിസർച്ച് ഇല്ലാതെ ആ പൈസയും ഈ പാവങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് ചെയ്ത് അല്ല, അത് എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ അമേരിക്കയിലുണ്ടല്ലോ ഈ ടാക്സ് കൊടുക്കുന്ന ഈ കാശ് എന്തിനാ വെറുതെ അങ്ങനെ കളയുന്നു അങ്ങനെ ചോദിക്കുമ്പോൾ അതൊന്നും നമുക്ക് പറ്റില്ല. കാരണം ഒരു രാജ്യത്തിന് പുരോഗതി വേണമെങ്കിൽ നാനാ മേഖലയിലും പുരോഗതി വേണം. അല്ലെങ്കിൽ കുറേ ഭക്ഷണം കഴിക്കുക, കുറേ ജോലി ചെയ്യുക, കടന്നുറങ്ങുക, ഇതുപോലല്ലോ. ഒരു രാജ്യത്ത് ഇപ്പോൾ അമേരിക്ക വലിയൊരു വികസിത രാജ്യമായി. എന്താ കാരണം?
അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് സാങ്കേതിക വിദ്യക്ക് വേണ്ടി അവർ ഒരുപാട് മുതൽ അതേപോലെ നമുക്കും ആവണ്ടേ. എന്നും നമ്മളിങ്ങനെ എന്നും ഒരേ രോഗം എന്നാ പോലെ. അപ്പോൾ ലോകത്തിലിപ്പോൾ ചന്ദ്രനിലേക്ക് പര്യവേഷണങ്ങൾ അയച്ച വാഹനങ്ങൾ അയച്ച രാജ്യങ്ങളുടെ പേരുണ്ടുമ്പോൾ അല്ല ഇന്ത്യ എന്ന് കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും? 200, 300, 225 രാജ്യങ്ങൾ പറയാം. പറയാൻ ഇപ്പം ഇത് റഷ്യ, അമേരിക്ക എങ്ങനെ പറഞ്ഞു, ചൈന, ജപ്പാൻ എന്ന് പറഞ്ഞു, അതിൽ ഇന്ത്യ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും? പിന്നെ നമ്മളെക്കാളും എത്രയോ സാമ്പത്തികമായ രാജ്യമുള്ള ബ്രിട്ടൻ അവിടെ കിടക്കണതാ, ഫ്രാൻസ് അവിടെ കിടക്കണതാ, ജർമ്മനി കിടക്കുന്നതാ, ഒക്കെ കാനഡ കിടക്കണം. ഒരിക്കൊക്കെ എന്ത് പറ്റി? ഒന്നും പറ്റിയില്ലല്ലോ, ഉണ്ട്, ഒന്നും ചെയ്തിട്ടില്ലല്ലോ അവര്. അപ്പൊ അതിൻ്റെ പ്രത്യേകത. അപ്പൊ അത് എല്ലാം നമ്മളങ്ങനെ കൂട്ടാം. സാങ്കേതിക വിദ്യക്കും സയൻസിനും നമ്മൾ ഒരുപാട് പൈസ വേണം. കാരണം നമ്മുടെ അടുത്ത വികസനം അല്ലെങ്കിൽ ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറണമെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ഇറങ്ങിയേ പറ്റൂ. അതിലും നമ്മൾ ഒരു തെറ്റും പറയാൻ പറ്റില്ല, തെറ്റ് പറയാനും പാടില്ല. ഈ ആധുനിക കാലത്ത് സയൻസിന് വേണ്ടി പൈസ മുടക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ചെയ്യേണ്ടത്. അല്ല അതിന് നമ്മൾ കുറ്റം പറയാനോ ഒരു പാവങ്ങൾ കൊടുത്തൂടെ, അതൊന്നും ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. അതിനുള്ള റിസോഴ്സ് നമുക്ക് വേറെ വേണ്ട. സംസ്ഥാനങ്ങളുണ്ട്, സംസ്ഥാന ഗവൺമെന്റുകൾ അനുസരിച്ച് ചെയ്യുന്നുണ്ടാവും. ഇതിപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ടുള്ള കീഴിലാണ് നമ്മുടെ ISRO. അപ്പൊ അതിൻ്റെതായ ഒരു പ്രസ്റ്റീജ് അല്ലേ, പിന്നെ നമ്മൾ എവിടെത്തി? സാറ്റലൈറ്റുകളും ഇഷ്ടം പോലെ. ഒരു കാലത്ത് ഫ്രഞ്ച് ഗയാനിന്ന് നമ്മൾ പിന്നെ ആര്യഭട്ടി ഭാസ്കരയും രോഹിണിക്ക് വിക്ഷേപിച്ചിരുന്നു. അതിപ്പോൾ എന്തായി? നമ്മുടെ നാട്ടിൽ 100, 110 ഉപഗ്രഹങ്ങൾ ഒന്നിച്ച് വിക്ഷേപിക്കുന്ന രീതിക്ക് നമ്മൾ എത്തി. അല്ല ഇന്നിപ്പോൾ നമ്മൾ അവരെ കൂടെ നടക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും? അവർക്ക് പൈസ കൊടുക്കുക, അവർക്ക് സൗകര്യം ചെയ്തിട്ട് അത് പറ്റില്ലല്ലോ. ഓരോ രാജ്യത്തിനും അതിൻ്റെതായ രീതിയിലേക്കുള്ളൊരു ഉയർച്ച വേണ്ടേ. ഇപ്പം നമ്മളെ ഒപ്പം സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമാണ് പാകിസ്ഥാൻ. ഒരു ഉപഗ്രഹം സ്വന്തമായിട്ട് ഇപ്പോൾ അയക്കാനൊരിക്കൽ ഇപ്പോൾ അവർക്ക് ഉണ്ടാവും. അവര് സപ്പോർട്ടില്ലാതെ രാജ്യത്തിന്റെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിക്ക് ഒപ്പം ഭരണാധികാരികൾ നിൽക്കും. അപ്പോൾ ഇന്ത്യ പോലുള്ള കാരണം നല്ല ഹ്യൂമൻ റിസോഴ്സ് ഉള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മൾ എന്ത് ചെയ്യും? നന്നായിട്ട് മുതലാക്കി നമ്മൾ അതിൻ്റെ രീതി തന്നെ മുന്നോട്ട് പോകണം. കുറേ കാലം കഴിയുമ്പോൾ ഏറ്റവും നല്ല ബിസിനസ് ഈ സ്പേസ് സയൻസ് സ്പേസ് ടൂറിസ്റ്റ് ആവും ഏറ്റവും നല്ല ബിസിനസ്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഈ മൊബൈൽ ഫോൺ പോലും ഈ ആകാശത്തുള്ള ആ ഉപഗ്രഹം ഇല്ലെങ്കിൽ ഇത് എന്തിനെ പറ്റും? പൂച്ചനെ അറിയാനല്ല വർഷനെ പറ്റുമോ? ഒന്നിനും പറ്റില്ല. ആ ഒരു രീതിയിലേക്കൊക്കെ ഇപ്പോൾ ടെലിവിഷൻ, വാർത്താവിനിമയം, പിന്നെ ഇപ്പം സുനാമി, ഭൂകമ്പങ്ങൾ, കാലാവസ്ഥ, ഇതൊക്കെ അറിയണമെങ്കിലും ഇതൊക്കെ വേണ്ടേ? നമ്മൾ എന്താ ചെയ്യുക? മഴ പെയ്തില്ല. ഇത് കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ മഴ പെയ്യും, ഇന്ന സ്ഥലത്ത് ഭൂകമ്പത്തിന് സാധ്യതയുണ്ട്, സുനാമി ഇങ്ങനെ വരുന്നുണ്ട്, കടലിൽ ഇത്ര ഇന്ന സ്ഥലത്ത് പോയി ഇന്നത് കിട്ടാണ്ട്, അല്ലെങ്കിൽ തിരമാലയുടെ ശക്തി കൂടുന്നുണ്ട്, അല്ലെങ്കിൽ കാട്ടിനകത്ത് ഇന്നതുണ്ട്, പിന്നെ ജോഗ്രഫിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അറിയണമെങ്കിൽ സാറ്റലൈറ്റുകൾ ഉപകരണങ്ങളൊക്കെ വേണ്ടേ? അപ്പോൾ അതിന് സ്പേസ് സയൻസിന് പൈസ ചിലവാക്കുന്ന ഒരു രാജ്യവും ഒരു നഷ്ടമായിട്ട് അതങ്ങനെ കാണേണ്ട കാര്യമില്ല, കണക്കൂട്ടാനും പാടില്ല. അത് അറിയാത്തവരെന്തെങ്കിലുമൊക്കെ പറയും. എല്ലാം ഈ ഇത് മാത്രം പറഞ്ഞാണ്ട് പാവങ്ങളെ പറ്റി ചിന്ത മാത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒക്കെ വെറുതെ ഒരു കാപട്യത്തിന് വേണ്ടി പറയുന്നത്. അന്നത്തെ കാലത്ത് ആ കുറച്ചെങ്കിലും മാറ്റി വെച്ചുകൊണ്ടാണ് ഇന്ന് നമുക്കൊരു ഫൗണ്ടേഷൻ കിട്ടിയതെന്നുള്ളത്. തുടക്കകാലത്ത് വിക്രം സാരാഭായിന്റെ ഒക്കെ കാലത്ത്, ജവഹർലാൽ നെഹ്റുവിന്റെ ഒക്കെ കാലത്ത് തുടങ്ങിയ വിദ്യ ഇപ്പൊ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇതിലൂടെ പരമോന്നത രീതിയിലെത്തി. ഇനി നമുക്ക് മനസ്സിലാവണം സ്പേസിലെത്തിക്കണം. അന്ന് ഫ്രീഡം കിട്ടിയ മറ്റു രാജ്യങ്ങൾ തമ്മിൽ തല്ലി തീർന്നിട്ടില്ല. അതാണ് അവര് തമ്മിൽ തല്ലി തീർന്നിട്ടില്ലല്ലോ, തീരുമാനമായിട്ടുണ്ടല്ലോ അവര്. ആ രാജ്യം തന്നെ വേണ്ട എന്നുള്ളത്. അതാണ് ഇപ്പം നമ്മുടെ ഇതിന് അങ്ങനെയല്ലല്ലോ. നമ്മൾ അതിന്റെ ഏറ്റവും ടോപ്പിലെത്തി. കുട്ടികൾ ഇനിയും മാക്സിമം കുട്ടികളൊക്കെ റിസർച്ചും താല്പര്യമുള്ളൂ. കുട്ടികൾക്ക് സ്പേസ് സയൻസ് അത്രയും താല്പര്യം. ഇപ്പോൾ ഈ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പോകുന്നവരും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഡോക്ടർമാരായാലും സ്പേസ് സയൻസുമായി റിസർച്ച് ചെയ്യുന്ന അവിടെ മെഡിക്കൽ ഫീൽഡ് വല്ലതും ഉണ്ടെന്ന് ഇപ്പോൾ നോക്കുക. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ മാറി. കാരണം ഈ സ്പേസ് സയൻസിൽ ഈ ഡോക്ടർമാർക്ക് ഒരുപാട് അവസരമല്ലേ. സ്പേസ് പോയിട്ട് നമ്മുടെ ശരീരത്തിനും മാനസികമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ പഠിക്കൽ. ഡോക്ടർമാർ എത്രയോ സ്പേസ് പോയിട്ടില്ലേ? ഇഷ്ടം പോലെ നാസയുടെ ഒരുപാട് ഡോക്ടേഴ്സ് സ്പേസ് പോകും. കാരണം അവർക്ക് അവിടെ വെച്ചാൽ ബയോളജിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇത് മുന്നോട്ട് പോകണം. എല്ലാവർക്കും അതാണ് എല്ലാവർക്കും പിന്നെ സാധ്യതയുള്ളൊരു മേഖലയാണ് സ്പേസ്. പിന്നെ മനുഷ്യരെ കണക്ക് പഠിച്ചവർക്കും എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കും ഡ്രില്ല് മെക്കാനിക്കലുള്ളവർക്കും എല്ലാവർക്കും പറ്റുന്ന സാധനമാണ് സ്പേസ്. അതിലൊന്നിനും നമുക്ക് അതിൽ മാറ്റി നിർത്താൻ പറ്റില്ല. ഗണിതം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക് ഒരു പ്രധാനപ്പെട്ടതാണ്. അത് വലിയ സാധ്യതയുള്ള ഒരു കോളനിയൊക്കെ ഇപ്പോൾ പുറത്ത് നമ്മൾ ഇതാക്കുമ്പോൾ ജസ്റ്റ് പഠിച്ച ആൾക്കാർ മാത്രമല്ല, എല്ലാ സ്കില്ലുള്ള ആൾക്കാരും അവിടെ എത്തേണ്ടി വരും. അപ്പോൾ അതിനുള്ള അതേ രീതിയാണ് സ്പേസ് സയൻസും. അതിൽ അതിൻ്റെ എല്ലാ ടെക്നോളജിയും നമ്മൾ ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയലൊക്കെ ആകുമ്പോൾ മാഷെ നമ്മൾ ഒരു ഹ്യൂമൻ ആസ് എ സ്പീഷി നമ്മൾ ഒന്നിക്കേണ്ട ഒരു സാധനമല്ലേ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ എന്നുള്ളത്? ഉറപ്പന്നല്ലേ നമ്മൾ ഒന്നിക്കുക. അതായത് നമ്മൾ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ എന്നപ്പോൾ നമ്മൾ കണ്ടെത്തിയത്. ഈ ഭൂമിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞ വർഗം തന്നെ അങ്ങ് ഭൂമിയിൽ നിന്ന് ഇല്ലാതായി കഴിഞ്ഞു. അതാണ് ഏറ്റവും പ്രത്യേകത. അപ്പോൾ പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത ഒറ്റക്കെട്ടായി നിന്ന് എല്ലിന് സപ്പോർട്ട് ചെയ്യുന്ന ആ രീതിയിലേക്ക് വരിക. പിന്നെ നമ്മൾ ഈ രാഷ്ട്രീയം പറയുമ്പോൾ അത് ഇലക്ഷൻ പറയുമ്പോൾ നമ്മൾ ആവശ്യമുള്ളൂ. ബാക്കിയൊന്നും ഇപ്പോൾ അതല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് പ്രത്യേകിച്ച് സയൻസ്, അതിലേറ്റവും സ്പേസ്. ഇപ്പം എന്ന് പറഞ്ഞാൽ സ്പേസ് യുദ്ധം വരാൻ സാധ്യതയുണ്ട്. കാരണം
കാരണം എന്താ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇറാനാണെന്ന് തോന്നുന്നു, ഇപ്പോൾ അമേരിക്ക ആരോപിച്ചിട്ടുണ്ട് സ്പേസിൽ സാധനം കൊണ്ട് പിന്നെ ആയുധങ്ങൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചൈന ചെയ്തിട്ടുണ്ടോ പറയാൻ പറ്റില്ല, റഷ്യ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല, അമേരിക്ക ഇതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളും എപ്പോഴും എന്താവണം, റെഡിയായി നിൽക്കണം. കാരണം ഈ ആക്രമണം ഏത് രീതിയിലാണ് വരുന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ എല്ലാവരും ഇല്ല. ഇപ്പൊ നേരിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് പണ്ട് രാജാക്കന്മാരൊക്കെ യുദ്ധം ചെയ്തവര് വാളും പരിചയമുള്ള യുദ്ധമില്ലല്ലോ, ഒളിഞ്ഞിരുന്ന് ചെയ്യുന്നുള്ളപ്പോ അതൊരു ഭീരുത്വം നമ്മൾ പറഞ്ഞാലും രാജ്യത്തിനെ സംബന്ധിച്ചോളം യുദ്ധത്തിൽ ജയിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളും ആ രീതിയിലേക്ക് നമ്മൾ മാറേണ്ടി വരും. സ്വാഭാവികമായിട്ടും നമ്മളും അതിനെ നമ്മൾ നല്ല ഗൗരവത്തിൽ തന്നെ നമ്മൾ കാണും. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ നില അപകടത്തിലാവുന്ന ഒന്നിനും നമ്മൾ നിന്നു കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെയും കാര്യങ്ങൾ വരും. അപ്പോൾ ഓരോ രാജ്യവും ഇത് പല രീതിയിലും ഉപയോഗിക്കുന്നൊരു സാധനം. ഇപ്പം ഐൻസ്റ്റീന് E=mc² കണ്ടെത്തിയത് ആറ്റം ബോംബ് ഉണ്ടാക്കാനല്ലല്ലോ, അല്ലേ? ഇപ്പോൾ ഒരു കത്തി നമ്മളെ കൈ കിട്ടിയാൽ നമുക്ക് അതുകൊണ്ട് പച്ചക്കറി അറിയാം, ഓരോരുത്തരുടെ ജീവൻ കൊടുക്കാം. അപ്പം നമ്മൾ ഉപയോഗിക്കുന്നിടത്താണ് അതിൻ്റെ രീതി. നല്ലതിനും ഉപയോഗിക്കാം, വേണ്ടാത്തതിനും ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ അധികം ആളും ചിന്തിക്കുക ഇത് വേണ്ടാത്ത രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ചിന്തിക്കണമെങ്കിൽ ഈ കുഴപ്പങ്ങൾ മൊത്തം അത് ഇത് എപ്പോഴും ഒരു ടെക്നോളജി വരുമ്പോൾ വെപ്പണൈസ് ചെയ്യാനുള്ള പ്രശ്നം. കാരണം അതെന്താ പറയുക, ഏറ്റവും എളുപ്പം മനുഷ്യന് അധികം ആവശ്യമില്ല. 4 പ്രോഗ്രാം ചെയ്തൊരു കമ്പ്യൂട്ടറും 4-5 ബട്ടണും ഉണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന കൃത്യമായിട്ട് കൊണ്ട് എടുക്കാൻ പറ്റുന്ന വെപ്പൺസാണ് മൊത്തം ഉള്ളത്. മറ്റ് പണ്ട് കാലത്ത് രാജാക്കന്മാർ യുദ്ധം അങ്ങനെയായിരുന്നു, നേരിട്ട് മുന്നണിക്ക് ഇറങ്ങണ്ടേ, തീരുമാനം അവിടെ ആവുമല്ലോ. ഇതതില്ലല്ലോ. അപ്പോൾ അതാണ് പലർക്കും മനുഷ്യൻ്റെ ജീവന് വില കൂട്ടിക്കാണ്ട് സാങ്കേതിക വിദ്യ നശീകരണത്തിന് മാത്രം ഉപയോഗിക്കുക. അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ കുട്ടികളുടെ ക്ലാസ് റൂമിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണത്. നല്ലത് തന്നെ ഉണ്ടാക്കി അത് അതിന് തന്നെ ഉപയോഗിക്കുക. അതെ, ഈ ഇപ്പോൾ അണുബോംബ് ഉണ്ടാക്കുന്ന രാജ്യങ്ങൾ എന്തിനാ അതിനൊക്കെ എത്ര ആളെന്ന് അതിൻ്റെ പിന്നെ സാക്ഷി നമ്മുടെ മുന്നിലുണ്ട്. ഹിരോഷിമ നാഗസാക്കി നമ്മുടെ മുന്നിലുണ്ട്. അനുഭവിച്ച അത്ര വലിയ കൊല്ലൊന്നും ആയിട്ടില്ല ഇപ്പോൾ അതൊക്കെ. പിന്നെ മറ്റേ ചെർണോബിയല്ലോ, ആണവ ദുരന്തമുള്ള റഷ്യയുടെ എന്തെല്ലാം സംഭവിച്ചു. ഇതൊക്കെ പഠിച്ചിട്ട് മനുഷ്യൻ പഠിക്കുന്നില്ലെങ്കിൽ പിന്നെ നിവൃത്തിയില്ല. ഇപ്പോൾ ഇതിലും എത്ര 14 പ്രാവശ്യമായിട്ട് നമ്മൾ നശിപ്പിക്കാനുള്ള ഭൂമിയെ 14 പ്രാവശ്യം നശിപ്പിക്കാന്ന് പറഞ്ഞാൽ ദൂരട്ടാകുമ്പോൾ തന്നെ കഴിഞ്ഞു. പിന്നെ ആ ആയുധങ്ങൾ വെറുതെ ബാക്കിയാവും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനൊക്കെ ആവശ്യം. ഒരു ചെറിയ രാജ്യമായപ്പോലും അവരെ കയ്യിൽ അനുഭവം ഉണ്ടാക്കലാണ് ഏറ്റവും പ്രധാനം. ഒന്ന് ആലോചിക്കണം. ശരിക്കും ആണവ എനർജി ആയിട്ട് അത് എടുക്കണമെങ്കിൽ എന്തോരം ആ രാജ്യം എത്ര പുരോഗതി ഉണ്ടാവും, എത്ര പേർക്ക് തൊഴിലെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും അതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ എനർജി എന്ത് ചീപ്പായിട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ എത്രയോ വില കൊടുത്തല്ല ഓരോന്നും സംഘടിപ്പിക്കുന്നത്. ഇത് എന്തിനാ, മനുഷ്യനെ കൊല്ലാനല്ലേ? എല്ലാവർക്കും ഇപ്പോൾ ഒരു ജീവിതമാണ് ഈ ഭൂമിയിലുള്ളത്. അത് വെറുതെ നല്ല സന്തോഷനും ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്നുള്ളത്. അപ്പം എൻ്റെ പറയുക സ്പേസ് സയൻസ് അത്ര രീതിയിലാണ് ഇപ്പോൾ നമ്മൾ അധികം സ്പേസ് നമ്മൾ വേണ്ടാത്ത രീതിയിൽ ഇന്നവരെ ഉപയോഗിച്ചാൽ നമുക്ക് ഒരു രാജ്യത്തെയും കുറ്റം പറയാനല്ല, അത് ചെയ്തിട്ടുമില്ല. പിന്നെ ഉണ്ടായ അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ടെക്നോളജിക്കലി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നമ്മൾ അറിയാത്തൊരു സ്ഥലത്തേക്കല്ലേ പോകുന്നത്. എങ്ങനെ സയൻസ് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ കാട്ടിൽ പോയാലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതെ, പോകാത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു പുഴയിൽ നമ്മൾ ഇറങ്ങണ ആളറിയാതെ പുഴയിൽ ഇറങ്ങിയൊരു കുടുങ്ങിപ്പോകും, നീന്ത അറിയാത്തവരും കുടുങ്ങിപ്പോകും. അപ്പോൾ അത് അറിയാനുള്ളത് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുക അത് മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഇനി അന്യഗ്രഹങ്ങളിൽ പോയി താമസിക്കുന്നതിനെ പറ്റി മനുഷ്യൻ ചർച്ച ചെയ്യും, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് മനുഷ്യൻ്റെ ഒരു ഏറ്റവും പ്രത്യേകത. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷ ബുദ്ധി, പിന്നെ അറിയാനുള്ള ആഗ്രഹം, അത് ത്വര നമ്മൾ ത്വര എന്ന് പറയും കുട്ടികൾക്ക് പറഞ്ഞൊരു വാക്ക്. അത് കുട്ടികൾക്ക് ചെറുപ്പം തൊട്ടേ നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഏത് കാര്യം ക്ലാസ് റൂമിൽ ചെന്നാലും ശാസ്ത്രീയമായിട്ട് ചിന്തിക്കാനേ കുട്ടികളോട് പറയും. സയൻറ്റിഫിക് ടെമ്പർ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ ഇതിനൊക്കെ എതിരായിട്ട് എന്നും പറയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി 2 പേരെ നരബലി നടത്തി കേരളത്തിൽ നിന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റും. അത് ഈ കേരളത്തിൽ എന്താ. അപ്പോൾ രണ്ടാമത്തെ എന്തിനാ കൊന്നത് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞറിയോ, ആദ്യത്തെ കൊന്നതിൻ്റെ ക്രൂരത ശരിയായില്ലോ. ഈ ക്രൂരത കൊണ്ട് ശരിയും തെറ്റും, അതാണ് രസേ. എന്നിട്ടാണ് രണ്ടാമത്തെ ആൾ കൊന്നത്. കുറച്ചുകൂടി ക്രൂരമായിട്ട് ഐശ്വര്യം. ഇപ്പം എന്തായി, നല്ല ഐശ്വര്യല്ലേ, പൂജപ്പുര സെൻട്രൽ ജയിലിൽ കടന്നുകാണ് നേരെ തിന്നാട് കുത്തിരിക്കാന്നല്ലാതെ ഇരിക്കാന്നല്ലാതെ. അപ്പം ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. സമ്പത്തിനോട് ഈ അത്യാർത്ഥി വന്നു കഴിഞ്ഞാൽ അത് ഇപ്പോൾ അങ്ങനത്തെ ഒരു സാധനം കേൾക്കുമ്പോൾ വേഗം എടുക്കുന്നുണ്ട്. സയൻസിനാണെങ്കിൽ നിങ്ങൾ മാഷ് പറഞ്ഞ മാതിരി 100 പേജ് വെക്കും വേണം എടുക്കണമെങ്കിൽ. അതാണ് അവസ്ഥ. മറ്റത് പെട്ടെന്ന് ഒരു ആലോചിച്ചറിയില്ല ഇങ്ങനെ ഒരു നരബലി നടത്താൻ ഐശ്വര്യം. ഇത് എന്തായാലും ഈ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആളുകൾ ഇങ്ങനെയും ഇപ്പോഴും ചെയ്യാന്നൊക്കെ പറയാൻ എന്താ അവസ്ഥ? അതെ, സത്യം. എന്താ അതിൻ്റെയൊക്കെ അവസ്ഥ? എന്തെല്ലാം അന്ധവിശ്വാസമാണ് പഠിക്കുന്ന കാലത്ത് നമ്മളെ കയ്യിലുണ്ട്. ഇപ്പൊ കയ്യും ഒരു വെളുത്ത പുള്ളി വന്നാൽ നമുക്ക് ഡ്രസ്സ് ഇട്ടൊന്നും വിശ്വസിച്ചില്ലേ നമ്മൾ ചെറുപ്പത്തിൽ? സന്തോഷം, ഒന്നിനെ കണ്ട സങ്കടം, എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാക്കി നമ്മൾ. ഇപ്പൊ മൈനറുടെ പക്ഷിനെ തന്നെ കാണാൻ ഭക്ഷണാംശം സംഭവിച്ചുകൊണ്ടിരിക്കണ ആ ജന്തു, ആ പക്ഷി നമുക്ക് ചെറുപ്പത്തിൽ എത്ര കണ്ടിരുന്ന പക്ഷിയായിരുന്നു. എന്തെല്ലാം. പിന്നെ ചമ്പോത്തിനെ കണ്ട പ്രശ്നമായി. അരളിപ്പൂമൊക്കെ നോക്കിയ ചെങ്കണ്ണ് വരിക. പൂച്ച ആ പൂച്ച നമ്മളെ കണ്ട് പേടിച്ചു ഓടിയതാണ് പാവം.
കറുത്ത പൂച്ചാണെങ്കിൽ പിന്നെ പറയും വേണ്ട. നമ്മൾ നിർത്തി. ഇപ്പൊ താഴെ ആരും പറഞ്ഞാൽ വിശ്വസിക്കുക. എന്ത് പൂച്ച, ആർക്ക് എന്ത് പേടി, എത്ര അട്ടപ്പതിലൊക്കെ ഇറങ്ങാൻ പറ്റുന്ന രീതിയിലല്ല ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് വിശ്വാസങ്ങൾ നിന്നൊരു കാലം ഉണ്ടായിരുന്നു. അതിനൊക്കെ ഇപ്പൊ കുറേ നമ്മൾ ഒരുപാട് മാറി 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 ശരിക്കും എഡ്യൂക്കേഷൻ കിട്ടിയ ആൾക്കാർ വരെ ഇത് ചെയ്യുന്നുണ്ട്. ആലോചിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ സങ്കടം. അപ്പൊ എന്താണ് കൊടുക്കേണ്ടത് ശരിക്കും? എന്താണ് കാരണം ഇത് ശാസ്ത്രീയമായി അവർ കുറെ പഠിച്ചു എന്നല്ലാതെ അതിന്റെ മനസ്സിൽ സയൻസ് ഇറങ്ങിയിട്ടില്ല. അതാണ് അവരുടെ മനസ്സിൽ സയൻസ് പിന്നെ സയന്റിഫിക് ടെമ്പർ അവരുടെ മനസ്സിൽ എത്തിയിട്ടില്ല. അവർ കുറേ കാണാപ്പാഠം പഠിച്ചു അങ്ങനെ ഇങ്ങനെ ജോലിയൊക്കെ കിട്ടിയെന്നല്ലാതെ ആ സയൻസ് എന്നുള്ള ഒരു ഉള്ളിലേക്ക് അവർക്ക് എത്തി. കാരണം കോളേജിലെ പ്രൊഫസേഴ്സ് ഒക്കെ അതേമാതിരി ബലി എടുക്കുന്നുണ്ട് കേൾക്കുമ്പോ. അന്ന് ഉത്തരേന്ത്യയിലും നമ്മൾ അന്തം വിട്ടില്ല, 8-9 പേര് ഒന്നിച്ച് മരിച്ചത്. ഒരു ഫാമിലി ഒരു പൈപ്പ് വെച്ചൊക്കെയാണ് ആത്മാവിന് പോകാനും വരാം. അത് കോളേജിൽ പിള്ളേരെ അവസ്ഥകളൊന്നും അതാണ് മാഷ്മാരൊക്കെയാണ്. അപ്പൊ നമ്മള് എന്താ അപ്പൊ എങ്ങനെ ഇത് അബ്സോർബ് ചെയ്യേണ്ടത്? അത് കുട്ടികൾക്ക് സയന്റിഫിക് ടെമ്പർ, അതായത് എല്ലാം അതിനുള്ള നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ പറഞ്ഞിട്ട് തന്നെ വേണം അതൊക്കെ അവതരിപ്പിക്കാൻ. ഇപ്പൊ നമ്മൾ ഈ സയൻസ് മാജിക്കുകളിലാണ് പല മന്ത്രവാദികളും പല പുരോഹിതന്മാരും പല മൂല്യന്മാരും എല്ലാവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ക്ലാസ് റൂമിൽ കൊടുക്കുന്ന കുട്ടികൾക്ക് കണ്ടു കാണിച്ചു കൊടുക്കും. ഇതാണ് ഇവരൊക്കെ ചെയ്യുന്ന സൂത്രം. സയൻസാണ് അവർ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. അപ്പം അങ്ങനെ ചെറുപ്പം തൊട്ടേ കുട്ടികളെ വളർത്തി കൊണ്ടുവരും നമ്മൾ. ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഏത് കാര്യം പറഞ്ഞാൽ സയൻസാണ് ഞാൻ ക്ലാസ് പറയുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഈ വെറുതെ ഏച്ചൂട്ടിയ വർത്താനമല്ല, അതിനും നമ്മൾ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറില്ല. അത് കുട്ടികൾക്കും ഇഷ്ടമാണ്. ഏത് കാര്യം പറഞ്ഞാൽ മാഷ അത് ഇങ്ങനെയൊക്കെയല്ലേ, ഇങ്ങനെ പറയും. അല്ലാതെ കാരണം കുട്ടികളെ നമ്മൾ അല്ലാതെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ചെറുപ്പം തൊട്ടേ അവരുടെ ഉള്ളിൽ ഇത് വരണം. ഈ അന്ധവിശ്വാസങ്ങൾ ഞാൻ ചിലർക്ക് ഒഴിവായിട്ട് ചെറുപ്പം തൊട്ട് ശാസ്ത്രീയമായി ചിന്തിച്ച് ഇങ്ങനെ വരണം. പിന്നെ മതപരമായ കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ, പക്ഷെ സയൻസിനും മതവും തമ്മിൽ കൂട്ടിക്കൊടുക്കാൻ പാടില്ല. അത് വലിയ അപകടം ഉണ്ടാക്കും. കോൺട്രാക്ട് ചെയ്യണേ കുട്ടികളെ സംബന്ധിച്ചിപ്പോൾ. ഞാനൊരു കുട്ടി എന്നുള്ള ലെവലിൽ ഇവിടെ സൊസൈറ്റിയിൽ ജനിച്ചു വളരുമ്പോൾ ഞാൻ സ്കൂളിൽ പോയിട്ട് സയൻസ് പഠിക്കുന്നുണ്ട്, മൂല്യർ അത് കോൺട്രഡിക്റ്റും ചെയ്യും. ഞാനൊരു കോൺഫ്ലിക്റ്റിലാണ് ഞാൻ വളരുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, മതപരമായ കാര്യങ്ങൾ മനുഷ്യനെ നന്നാക്കാനാണ്. കാരണം തിന്മകളിലേക്കൊക്കെ പോകാനാണ് എല്ലാ മതവും പറയുന്നത്. അത് ആ രീതിയിൽ അവിടെ തീർന്നോളണം. പിന്നെ ഈ മതത്തെ സയൻസ് കൊണ്ടുവരുത്, സയൻസിനെ മതത്തും കൊണ്ടുവരുത്. അത് വലിയ അപകടം ഉണ്ടാക്കും. തെളിവില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ തലയില്ലാത്ത തെങ്ങുമ്പോൾ കയറി അന്നം വിട്ട് നിന്നുകൊണ്ടി വരും. അതിന് നമുക്ക് മതപരമായിട്ടോ മറുപടി പറയാൻ പറ്റും, പക്ഷേ ശാസ്ത്രീയമായിട്ട് നമ്മൾ അതിന് മറുപടി പറയും. അപ്പോൾ സയൻസിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞിട്ട് മതത്തേക്ക് അത് ഒരിക്കലും കൊണ്ടുവരരുത്, മതത്തെ സയൻസും കൊണ്ടുവരരുത്. അത് അപകടം ഉണ്ടാവും. സയൻസ് ഒറ്റയ്ക്കാണ് നിൽക്കണം, അതിനുള്ള കെൽപ്പ് സയൻസിനുണ്ട്. പിന്നെന്തിനാ പേടിക്കണം നമ്മൾ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നു സയൻസിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊന്നും വേണ്ടെന്ന് ആരും പറയില്ല. കയ്യിലുള്ള ഫോൺ ഒരാളും പറയോ സയൻസ് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയോ? പറയില്ല. അയാൾ സംസാരിക്കുന്ന മറ്റുള്ളവർ കേൾക്കുന്ന ഈ മൈക്രോഫോൺ പോലും സയൻസിന്റെ ഭാഗം. സത്യം. അപ്പോൾ അതല്ലേ. അപ്പോൾ ഈ പാമ്പ് കടിയേറ്റാൽ നമ്മൾ ഈ മന്ത്രവാദികളെടുത്തോ മറ്റുള്ളവരെടുത്തോ പോയിട്ട് ഈ പിന്നെ വെള്ളം മാലിന്യം ജപിച്ചൊന്നും ഇരിക്കുമല്ലോ, വേണ്ട ഡോക്ടറെ അടുത്ത് കള പോകും. എന്താ കാരണം? നമുക്കറിയാം 3 മിനിറ്റ് കൊണ്ട് ആൻറ്റിവെനം കുത്തിക്കയറ്റണം, അല്ലെങ്കിൽ ആൾ മരിച്ചു പോകും. അപ്പോൾ അവിടെ സയൻസ് വേണം. അപ്പോൾ നമുക്ക് വേണ്ടത് സയൻസാണ്. അപ്പോൾ അവിടെ ഇത്തരം വിശ്വാസങ്ങൾക്കൊന്നും ഇതില്ല. ഇല്ല. എന്നാലും വല്ല ചൊറിയാ മന്ത്രമൊക്കെ മേലെ ഉണ്ടെങ്കിൽ അങ്ങനെ ഓരോന്നും ചൊറിഞ്ഞ് മന്ത്രിച്ചോദ്യം വീടും അല്ലെങ്കിൽ മന്ത്രം ചൊല്ലി നിർച്ച് നേർന്ന് അവിടെ ഇരുന്നാൽ മതി. അപ്പോൾ അതൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കുട്ടികളോട് അത് അങ്ങനെ തന്നെയാണ് നമ്മൾ പറയാം. എങ്ങനെയാണ് കുട്ടികൾ ചിന്തിക്കേണ്ടതെന്നുള്ളതാണ് സ്വാസ്ഥ്യം. കാരണം അവർക്ക് ചെറുപ്പം തൊട്ടേ ഇതിൻ്റെ സയൻസിൽ താല്പര്യം വരണമെങ്കിൽ അവർക്ക് സയൻസിൻ്റെ പല കാര്യം നേരിട്ട് അനുഭവിക്കാനുള്ള അവസരം കൊടുക്കണം. സയൻസിന് ഏറ്റവും വലിയ പ്രത്യേകത ആണല്ലോ. ഇപ്പം നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ അത് പലർക്കും പല രൂപത്തിൽ എഴുതിയ കഥകളായിട്ടേ ആവാം. ഏതൊരു ഭാഷ പഠിക്കുമ്പോഴും അതിൻ്റെതായ ഇതിലുണ്ടാവും. ഗണിതത്തിനും സയൻസിനും അത് സ്വന്തമായിട്ട് നിലനിൽപ്പുള്ളൂ. കണക്ക് തന്നെ പിന്നെ ആർക്കും കൂട്ടിച്ചേർക്കാനും കുറക്കാനും പറ്റില്ല. അതേപോലെ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, കാണുന്ന കാര്യങ്ങളാണ്, തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. തെറ്റ് പറ്റിയാൽ ഉടനെ തിരുത്തി അടുത്ത സാധനം നമ്മൾ കൊണ്ടുവരും. സയൻസിന് മാത്രമേ ഈ തെറ്റിതിരുത്തലുള്ളൂ. ചരിത്രത്തിൽ തെറ്റിരുത്തലുണ്ടോ? പണ്ടൊരാൾ പറഞ്ഞ ചരിത്രം ഇന്നിപ്പോൾ നമുക്ക് തിരുത്താൻ പറ്റുമോ? നമുക്ക് അതിനുള്ള തെളിവുകളില്ലല്ലോ. പക്ഷെ സയൻസ് അങ്ങനെയല്ല, കൃത്യമായിട്ട് തെറ്റുണ്ടെങ്കിൽ അപ്പം തിരുത്തി അടുത്തത് വരും. അപ്പൊ ഇപ്പൊ ഞാൻ ഈ ഡയലോഗ് അടിച്ചപ്പോൾ തന്നെ പറഞ്ഞു, അപ്പൊ സയൻസിന് തെറ്റ് പറ്റാം. എന്ത് സംശയം? ഇപ്പൊ നമ്മളിപ്പോൾ ഒരു കാര്യം കണ്ടെത്തി, ഇപ്പൊ പരിണാമ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ അടിയിൽ ഒരു കണ്ണി ഒരാൾ കൃത്യമായിട്ട് ഉണ്ടാക്കിയതുണ്ടായിരുന്നു. അദ്ദേഹം ചെയ്തെന്താ അറിയോ? മനുഷ്യന്റെ തല വെച്ചു, ഉടല് ഒറാങ്കുട്ടാൻ്റെ ഉടലും വെച്ചിട്ട് അദ്ദേഹം ഒരു രൂപം ഉണ്ടാക്കി. ഇത് പരിണാമത്തിന്റെ ഇടയിലുള്ള ഒരു കണ്ണിയാന്ന് പറയുന്നത് അന്ന് ഭയങ്കര വിവാദം ഉണ്ടായിരുന്നു. അത് പിൽക്കാലത്ത് നമ്മൾ തെളിയിച്ചു. കാരണം അത്രയും പഠനം നടത്തിയവർക്ക് ഇങ്ങനത്തെ ഒരു കണ്ണ് ഇതിൻ്റെ അടി വരാൻ സാധ്യതയില്ല സയൻസിനന്ന് ഉറപ്പായിരുന്നു. പിന്നെ ഇതെങ്ങനെ വന്നു എന്ന പഠനം നടത്തി. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ കൃത്യമായിട്ടൊരു കണ്ണി ഉണ്ടാക്കിയതാണ്. സയൻസ് തിരുത്തി. ആദ്യം നമ്മൾ വിശ്വസിച്ചില്ലേ? നമ്മൾ വിശ്വസിച്ചില്ലേ? ചരിത്രത്തിൽ എന്തെങ്കിലും നമുക്ക് വിശ്വസിക്കാനോ തിരസ്കരിക്കാനോ പിന്നെ പറ്റുമോ? അന്ന് നടന്നു നമ്മൾ പറയണു. ആരെങ്കിലും എഴുതി വെച്ചൊരു സാധനം ഉണ്ടാവും, അതല്ലേ നമ്മളെ രേഖയുള്ളൂ. അതല്ലേ അങ്ങനെ നടന്നത് നമുക്ക് അറിയില്ല. തെളിയിക്കാനും വയ്യ. എല്ലാവരും നല്ല അടിപൊളി ആൾക്കാരായിട്ടാണ് ചരിത്രത്തിൽ കാണുന്നത്, പക്ഷെ നമുക്ക് തെളിയിക്കാനും വയ്യ. പക്ഷെ ഇതല്ല, തെറ്റിയാൽ തിരുത്തും,
തെറ്റ് പറ്റിയെന്ന് ഉറപ്പുണ്ടായാൽ ഒരാൾ ഒറ്റക്കല്ല നടത്തുന്നതിനെ പറ്റി ഗവേഷണം, ഒരുപാട് ആൾ നിർത്തിയിട്ട് എല്ലാവരും നിഗമനത്തിലെത്തിയിട്ട് പുതിയ സാധനത്തിലേക്ക് എത്തുക. അതാണ് സയൻസ്. സയൻസിന് തെറ്റ് പറ്റും, തെറ്റ് പറ്റിയാൽ നമ്മൾ തിരുത്തും. പറയും പറ്റിയെങ്കിലല്ലേ നമുക്ക് അടുത്തേക്ക് കുറച്ചുകൂടെ പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ടി വി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, വലിയൊരു CRT. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ടെലിവിഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. ഇനിയിപ്പോ വരാൻ പോകുന്ന വായുവിൽ സ്ക്രീൻ വരാൻ പോകുന്ന ടെക്നോളജിക്ക് നമ്മൾ പോകും. അത് പറയാം. മറ്റേത് ഇനി ഇപ്പൊ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന കാലത്ത് ഇനിയിപ്പോ നമ്മളൊക്കെ റോഡിലൂടെ വേറെ ആളെ രൂപത്തിൽ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടാനില്ല. ഇല്ല. അപ്പൊ AI കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മൂണിയാത്ര ഇതൊക്കെ ഭയങ്കര എളുപ്പമാണ്. അതാ പറയുന്നത്. സത്യം. അപ്പൊ എന്നിട്ട് സയൻസ് അവിടെ ഉണ്ടായാലും വീണ്ടും നമ്മൾ പഴഞ്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞെങ്കിൽ നടന്നിട്ടുണ്ടെങ്കിൽ ആരത് കേൾക്കാണ്ടാവുക, ആരത് വിശ്വസിക്കുക? ഇപ്പൊ സ്കൂളിൽ പോയി തന്നെ കുട്ടികൾ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവർക്ക് ഒരു വിശ്വാസം ഉണ്ടാവില്ല. പക്ഷേ സയൻസ് കാര്യം പറഞ്ഞാൽ അവർക്ക് തെളിവ് സായുധം വെച്ചു കൊടുത്താൽ അവരത് വിശ്വസിക്കും. അതാണ് പ്രത്യേകത. അതാണ് സയൻസിന് മാത്രമുള്ളൊരു ഗുണമാണ്. സാധനങ്ങൾ കുറച്ച് കാണിക്കും. അപ്പൊ ഞാൻ ഇവിടെ കൂട്ടത്തിൽ കൊണ്ടുവന്നത് ഈ നാസയുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുമ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് ഞാൻ നാസയിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പ്രധാനപ്പെട്ടതായിട്ട് കണക്കാക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഗോൾഡ് അതാണ്. ഇത് നീൽ ആംസ്ട്രോങ് എനിക്ക് അയച്ചെന്ന അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിലൊരു കയ്യൊപ്പിട്ടൊരു ഓട്ടോഗ്രാഫ് ഇട്ടുള്ള നീൽ ആംസ്ട്രോങ് കയ്യൊപ്പ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ ആരെയും കയ്യിലുണ്ടെങ്കിൽ വാങ്ങാൻ കിട്ടും. $7,000 ഇതിൻ്റെ വില. 7,000 ഗുണിക്കണം നമ്മൾ 80 രൂപ, എത്ര ലക്ഷം രൂപേൻ്റെ വില എന്നുള്ളത് ഈ ആംസ്ട്രോങ്ങിൻ്റെ ഒരു കയ്യൊപ്പ് നാസയിൽ നിന്ന് തന്നാ. പിന്നെ അതേപോലെ ഒന്ന് ഇത് രണ്ടാമത് യന്ത്രം എഡ്വിൻ ആൾഡ്രി, അദ്ദേഹത്തിൻ്റെ ഓട്ടോഗ്രാഫ്. പിന്നെ ഇത് അവർക്ക് തിരിച്ചു വരാനുള്ള വാഹനം നിയന്ത്രിച്ച മൈക്കിൾ കോളിൻസ്, അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ്. അവസ്ഥ എന്തായിരുന്നു? അവിടെ സങ്കടമാണ് ആലോചിക്കുന്നത് അല്ലേ. ഇത് അപ്പോളോ 14 ചന്ദ്രനിറങ്ങിയ എഡ്ഗാർഡ് മിച്ചൽ, അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ്. ഇത് അവസാനം ചന്ദ്രനിറങ്ങിയ അപ്പോളോ 17 പോയ ഒരാൾ യുജീൻ സർനാൻ, അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ്. ഇത് അദ്ദേഹത്തിൻ്റെ കൂടെ ചന്ദ്രനിറങ്ങിയ ഒരു ജിയോളജിസ്റ്റ് ഉണ്ട്, ഒരു സയൻറ്റിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ്. ഇത് കൽപ്പനാളൊക്കെ ശേഷം ഇപ്പോൾ ബഹിരാകാശ പോയി നമ്മളെ ഇന്ത്യൻ വംശജ സുനിത വില്യംസ്. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതായിട്ട് ഈ ഒരു കയ്യൊപ്പാണ്. ഇത് ജോൺ യങ് എന്ന് പറഞ്ഞ ആളാണ്. അതായത് നാസയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വ്യത്യസ്ത തരം ബഹിരാകാശ വാഹനങ്ങളിൽ ശൂന്യാകാശ യാത്ര നടത്തിയ വ്യക്തി. മാത്രമല്ല 6 പ്രാവശ്യം ബഹിരാകാശം പോയി എന്നാണ്. ഒരു പ്രാവശ്യം അപ്പോളോ 16 ചന്ദ്രൻ ഇറങ്ങിയാണ്. അത്രയും തന്നെ. ഇതാണ് നാസയിലെ ഏറ്റവും പ്രസിദ്ധനായ സയൻറ്റിസ്റ്റ്. നാസ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചാൽ അങ്ങനെ മാൻ വിത്ത് ഗോൾഡൻ ആം എന്ന സുവർണ്ണകരങ്ങളുള്ള മനുഷ്യൻ. 2 പേരെ നാസ വിശേഷിച്ച്, ഒന്ന് അപ്പോളോ 13 ജിം ലോവലെയും പിന്നെ അപ്പോളോ 16 മിഷൻ കമാൻഡർ ജോൺ യങ്ങിനെ. ഇദ്ദേഹത്തിൻ്റെ പേരൊക്കെ എഴുതി ടു അബ്ദുൽ ഗഫൂർ KVM, ബെസ്റ്റ് റിഗാർഡ്സ് ജോൺ യങ്. ഇതാണ് ഞാൻ ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട കണക്കാക്കുന്ന ഒന്ന്. പിന്നെ ഇത് നമ്മുടെ ഇന്ത്യയുടെ ചന്ദ്രയാൻ, അതിൻ്റെ പിന്നിൽ പ്രസിദ്ധ ശാസ്ത്രജ്ഞരുടെ കയ്യൊപ്പുകളാണ്. ആദ്യത്തെ പ്രൊജക്ട് ഡോക്ടർ മൈൽസ്വാമി അണ്ണാദുരൈ, ഡോക്ടർ മാധവൻ നായർ, ഡോക്ടർ K രാധാകൃഷ്ണൻ, പിന്നെ BN സുരേഷ്, PJ ഭട്ട്, പിന്നെ നമ്മുടെ മുൻ രാഷ്ട്രപതി മരിച്ച APJ അബ്ദുൽ കലാം സാറിൻ്റെ അന്ന് ISR വാങ്ങിയ കയ്യൊപ്പാണ്. പിന്നെ ഇത് നമ്മളെ മരിച്ച 7 പേര്, കൽപ്പനാചാൾ ഉൾപ്പെടെ കൊളംബിയയിൽ മരിച്ച 7 പേര്. ആ 7 പേരും പോകുന്നതിന് മുമ്പ് അവരെ ഫോട്ടോ ഇട്ട് അയച്ചെന്നത് കയ്യൊപ്പ്. ഇത് വളരെ വിലപിടിപ്പെട്ട നാസയിൽ നിന്ന് ഇങ്ങനത്തെ അവരെ ഫോട്ടോകളുണ്ടാവും, അതിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും, അത് കയ്യൊപ്പിട്ട് അയച്ചത്. അപ്പൊ ഇങ്ങനത്തെ ഒരു 128 ബഹിരാകാശ യാത്രയുടെ കയ്യൊപ്പുകളുണ്ട് ഇപ്പോൾ വീട്ടില്. ഞാൻ പറയാം. പിന്നെ 382 മണിക്കൂറിൽ നിന്ന് കാണാനുള്ള വീഡിയോകൾ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 10,000 ഫോട്ടോകൾ, പിന്നെ ചന്ദ്രന്ന് കൊണ്ടുവന്നൊരു കല്ലിൻ്റെ കഷ്ണം എനിക്ക് കാണാൻ വേണ്ടി ഒരു 42 ദിവസത്തിന് കടമായിട്ട് തന്നിരുന്നു. ഈ മാർട്ടിൻ റസക്കിൻ്റെ കെയർ ഓഫ് കിട്ടിയതാണ്. ആ 42 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് തിരിച്ചയച്ചു 2 ഗ്രാമാണ് തൂക്കം. അഥവാ ഞാൻ തിരിച്ചയച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ വില കൊടുത്താൽ മതി. അന്ന് വില എത്ര അറിയാം? 2,84,000 രൂപ. എത്ര കൊല്ലം മുമ്പ്? അത്രയും പ്രധാനപ്പെട്ടതാണത്. അപ്പോൾ അങ്ങനെ നാസയിൽ നിന്ന് ഇഷ്ടം പോലെ വീട്ടിൽ ഇഷ്ടം പോലെ കളക്ഷൻസ്, ഒരുപാട് കുട്ടികളും അധ്യാപകരും നാട്ടുകാരൊക്കെ അത് കാണാൻ വേണ്ടി ഒരുപാട് ആൾ വരാറുണ്ട്. അത് വളരെ സന്തോഷമാണ്. അങ്ങനെയാണെങ്കിൽ വന്ന് കാണണമല്ലോ. കാണണം, തീർച്ചയായും കാണാം. ഇഷ്ടം പോലെ കാണാനുണ്ട്. അതൊരു ശരിക്കും ഒരു ക്രൈസാണത്. മാഷിന് എന്താണ് ശരിക്കും ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് എന്താണ് ഇനിയൊരു ആഗ്രഹം? എന്താണ് ഇന്ത്യയുടെ യൂത്തിനോട് എന്താണ് ഇനി? അതായത് നമ്മളെപ്പോഴും ഈ ഓരോ ഇതിനും വേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയിരുന്നത് കാര്യം. നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള നമുക്ക് ഒരുപാട് ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഈ നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളാണ്, മാനുഷിക വിഭവമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇത്തരത്തിലുള്ള രാജ്യപുരോഗതിക്ക് വേണ്ടി, രാജ്യനന്മയ്ക്കും വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനും ഒക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രവർത്തിക്കുക.
അതിൽ എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഒരു കാര്യം ഒരു ഇന്ത്യക്കാരൻ ചന്ദ്രനിൽ ഇറങ്ങുന്നത് കാണാനുള്ളൊരു ആഗ്രഹം. കാരണം അന്ന് കുട്ടികൾക്ക് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റുന്നൊരു വിശ്വാസം കൂടി എനിക്കുണ്ട്. അത് ഉടനെ നടക്കുന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ. ചന്ദ്രയാൻ 6 7 ആകുമ്പോഴേക്ക് എത്തും. അതിന് മുമ്പുള്ള നമ്മൾ ഗഗൻയാൻ പദ്ധതി നടപ്പാക്കി കഴിഞ്ഞാൽ ഉടൻ പിന്നെ മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കാനുള്ള പദ്ധതിയൊക്കെ ഇന്ത്യ. അത് നമുക്ക് ഈ ആയുസിൽ കാണാൻ പറ്റാനുള്ള ഒരു ആഗ്രഹമാണ് എന്നാണ് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. ഞാൻ എന്തെങ്കിലും ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ? അങ്ങനെയല്ല, ഏകദേശം പറയാനുള്ളതൊക്കെ നമ്മൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ കുട്ടികളോടും മറ്റുള്ളവരും പറയുന്നത് ഈ ശാസ്ത്രീയമായി ചിന്തിക്കുക, ശാസ്ത്രീയമായി ജീവിക്കുക, ഒരു സയൻറ്റിഫിക് ടെമ്പർ എപ്പോഴും മനസ്സുകൊള്ളുക. എന്ത് കണ്ടാലും പെട്ടെന്ന് വിശ്വസിക്കാതെ അതിൻ്റെ ശാസ്ത്രീയമായ കാര്യകാരണങ്ങൾ സഹിതം മുന്നോട്ട് പോകും. എന്നാൽ നമ്മളൊരാൾക്കും പറ്റിക്കാൻ പറ്റില്ല. എന്താ ചോദ്യങ്ങൾ ചോദിക്കുക വേണ്ട. എന്ത് കണ്ടാലും എന്തുകൊണ്ടത് അങ്ങനെ തെളിയിക്കാൻ പറയണം. സയൻസിനുള്ള പ്രത്യേക തെളിവില്ലാത്ത ഒരു കാര്യം സയൻസ് അല്ല. ഇപ്പോൾ പണ്ട് കാലത്ത് അരിസ്റ്റോട്ടിലുള്ള കാലത്തൊക്കെ പറഞ്ഞേക്കാം, അന്ന് ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശാസിക്കുന്നത് എന്തോ അതാണ് ശാസ്ത്രം. ഒരാളോട് പറയുകയാണെ അത് തന്നെയാണ്. ഈ അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞ മഹാൻ പറഞ്ഞു എന്ന് പറഞ്ഞൊരു കഥ ഉണ്ട്. അദ്ദേഹം പറഞ്ഞാൽ ഒരിക്കൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാളും വായിൽ 4 പല്ല് കുറവാണ്. അയാൾ പറഞ്ഞു, എല്ലാവരും വിശ്വസിച്ചു. ഒരു കുറവില്ല, ആണിനും പെണ്ണിനും പല്ലൊരേ എണ്ണാണ്. പിന്നെ ഇദ്ദേഹം 3-4 കല്യാണം കഴിച്ച ആളൊന്നും കൂടി പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു ഭാര്യൻ്റെ വായ തുറന്നുകാണ്ട് പല്ലൊന്നും എണ്ണി നോക്കി അറിയില്ല ആണിനും പെണ്ണിനും എത്ര വ്യത്യാസം ഉണ്ട്. അപ്പൊ അതുപോലെ അന്നത്തെ കാലത്ത് ആളുകൾ ചെയ്യൂല. അപ്പോൾ അയാൾ പറഞ്ഞൊക്കെ ശരിയെന്ന്. ഇപ്പോഴത്തെ ആളുകൾ അതിന് കിട്ടുമോ? അന്ന് ഗലീലിയോ മതമേലക്ഷന്മാർ അന്ന് തുടങ്ങിലടിച്ചെന്താ? അദ്ദേഹം പറഞ്ഞെന്താ? സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ്, ഭൂമി സൂര്യനെയാണ് ചുറ്റും നിന്നാ പറഞ്ഞത്. അന്നത്തെ ആളുകൾ പറഞ്ഞെന്താ? ഭൂമിയാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം, ഭൂമി എല്ലാവരും ചുറ്റും നിന്നാണ് പറഞ്ഞത്. അതിനാണ് അദ്ദേഹം ശിക്ഷിച്ചത്. പിൽക്കാലത്ത് നമ്മൾ ഗലീലിയോട് മാപ്പ് പറയേണ്ട അവസ്ഥയ്ക്ക് നമ്മൾ എത്തിയില്ലേ? മരിക്കണ സമയത്ത് പോലും ഗലീലിയോ പറഞ്ഞത് അവൾ കറങ്ങുക തന്നെ ചെയ്യുന്നു. അവൾ തന്നെ ഭൂമി ആർക്ക് ചുറ്റും? സൂര്യന് ചുറ്റും. ആ ഗലീലിയുടെ പിൻഗാമികളാണ് നമ്മൾ. ടെലസ്കോപ്പിലൂടെ ആദ്യമായി ചന്ദ്രൻ നിരീക്ഷിച്ച വ്യക്തിയാണ് അദ്ദേഹം. 2 കണ്ണിനും കാഴ്ചയില്ലാതെ മരിക്കേണ്ടി വന്ന ആളാണ് ഗലീലിയോ. പണ്ട് സയൻസ് ഒക്കെ എന്താണ് പ്രാക്ടീസ് ചെയ്ത ആൾക്കാരൊക്കെ കത്തിച്ചു കൊന്നിട്ടുണ്ട്. ബ്രൂണോയെ നമ്മൾ തീ കൊണ്ടത്ത് പിന്നെ ഉമിയിലിട്ട് കണ്ട് കൊന്ന ആളുകളാണ്. കാരണം അന്ന് മതം പറയുന്നതാണ് ശരി. ആലോചിക്കാൻ പറ്റൂല അങ്ങനത്തെ ഒരു വിപ്ലവം അതിൽ വരുന്നത്. ഇപ്പോഴോ ഇപ്പൊ സയൻസ് പറഞ്ഞാൽ ശരി, മതം പറഞ്ഞ ആരും വിശ്വസിക്കൂല. അതല്ല അവസ്ഥ. അപ്പൊ അവരൊക്കെ നമ്മൾ ചെയ്ത ആ മഹാപാപങ്ങള് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. കുറെ ആൾക്കാരെ കത്തിച്ചിട്ടുണ്ട്. ബ്രൂണോനൊക്കെ അങ്ങനെ കത്തിച്ചു വന്നല്ലേ. ഇപ്പൊ ഈ ഗലീലിയോ അന്ധനായിട്ടാണ് മരിച്ചത്, തടവറയിൽ കിടന്നുകൊണ്ട്. എന്നാലും അയാൾ ഇടയ്ക്കിടെ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കുന്നതാണ്. അവൾ കറങ്ങുക തന്നെ ചെയ്യുന്നു, ഷീ സ്റ്റിൽ റിബോൾസ് എന്നങ്ങനെ പറയുന്നു. അപ്പൊ അവരൊക്കെ പിൻഗാമികളാണ് നമ്മൾ. അപ്പോൾ അവരെയൊക്കെ കൊണ്ട വെയിലിൻ്റെ തണലാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പം മേറി ക്യൂറി എന്ന സയൻറ്റിസ്റ്റ് നമുക്ക് പറയാം നോബൽ സമ്മാനം നേടിയ സയൻസ്. 5 നോബൽ സമ്മാനമാണ് ക്യൂറിൻ്റെ വീട്ടിൽ ചെന്നത്. ഇപ്പം ഇന്ത്യ പോലുള്ള രാജ്യത്തിന് പോലും നമുക്ക് 6 7 8 ഒക്കെ കിട്ടിയിട്ടുള്ളൂ. ഒരു വീട്ടിൽ 5 നോബൽ സമ്മാനം. അപ്പോൾ സയൻസിന് വേണ്ടി ജീവിച്ചൊരു കുടുംബമാണ്. അവര് സയൻസിന് വേണ്ടി മരിച്ചത്. അന്ന് മേറി കുടുംബം അല്ലെങ്കിൽ ക്യൂറി കുടുംബം ആ റേഡിയത്തിന് പാറ്റന്റ് എടുത്തിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന കുടുംബം ക്യൂറി കുടുംബമാകുമായിരുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയേഷൻ ഉപയോഗിക്കുന്ന ഏതൊരു ക്യാൻസർ ചികിത്സക്കും ഉപയോഗിക്കുന്ന റേഡിയേഷൻ്റെ തുടക്കം അവിടുന്നാണ്. അതിനൊക്കെ പാറ്റന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ചിന്ത പോയതില്ല. അതാണ് അങ്ങനെ ഒരു കാണാത്ത സാധനം പോകുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പും ഒരുപാട് ആളുകൾ പാറ്റേൺ ചെയ്തത്, പക്ഷെ ക്യൂറി കുടുംബം ചെയ്തില്ല. അപ്പൊ അവരെന്താണ് സയൻസിന് വേണ്ടി ജീവിച്ച അവസാനം അർബുദം വന്ന് ക്യാൻസർ വന്ന് മരിക്കേണ്ടി വന്ന ആളാണ് മേരി ക്യൂറി. അതുകൊണ്ട് അത് എപ്പോഴും കൈ കൊണ്ടു കിടക്കുന്നതാണ്. ക്യൂറി ഇത് എഴുതി വെച്ചാൽ നോട്ട് എഴുതി വെച്ചാൽ ഡയറിയിൽ നിന്ന് ഇന്നും ആണവ വികിരണങ്ങൾ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അവരൊക്കെ സഹിച്ച ത്യാഗത്ര 2 3 വെറും കറുത്ത ഗൗണേറ്റുമാണ് അന്ന് അവളെ ജീവിച്ചിരുന്നത്. ഡ്രസ്സ് വാങ്ങാൻ പോലും പൈസ ഇല്ലാത്തൊരു കാലം. അപ്പോൾ അവരന്ന് ചെയ്ത റേഡിയത്തിൻ്റെ ചികിത്സാ രീതിയൊക്കെയാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെ, സത്യം. ഇനി അങ്ങോട്ട് മുന്നോട്ട് നോക്കുകയാണെങ്കിലും മാഷേ, ഇപ്പം യുദ്ധങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ സമാധാനത്തിൽ പോവുകയാണെങ്കിൽ ലോകം സുന്ദരമായിക്കാരം അല്ലേ? നമ്മൾ സ്പേസിൽ വളരെ പെട്ടെന്ന് പിന്നെ മാത്രമല്ല ഈ പ്രകൃതിയെ നമ്മൾ അത്രയും ചൂഷണം ചെയ്ത് കഴിഞ്ഞു. ഈ ഭൂമിയിൽ മനുഷ്യനില്ല എന്ന് കരുതുക. ഈ പ്രകൃതി എത്ര സുന്ദരങ്ങളെന്ന് ആലോചിച്ചു അല്ലേ? മനുഷ്യൻ വന്നു അവന് ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ആദ്യകാലത്ത് ആളുകൾ പഠിച്ചിരുന്നു. ഇപ്പം അതില്ലാതായില്ലേ? ഇപ്പോഴത്തെ എന്നിട്ട് ചൂട് കൂടി നമ്മൾ കിടന്ന് ഇങ്ങനെ പ്രാകും. 34 ഡിഗ്രി 35 ഡിഗ്രി. ഈ മരം വെട്ടുമ്പോഴോ ഈ വയൽ നികത്തുമ്പോഴോ പുഴയിൽ മണൽ വരുമ്പോഴോ ഇതൊന്നും നമ്മൾ അയച്ചില്ല. ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ എത്ര രസമായിട്ടാണ് പുഴയിലൊക്കെ മത്സ്യം പിടിക്കാൻ പോകുന്നൊക്കെ ചെയ്യുന്നത്. ഇപ്പോഴത്തെ കുട്ടികളോട് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അന്ന് കലാം സാർ, അന്ന് ഞാൻ ASRO ക്ലാസ്സിന് പോയപ്പോൾ അന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്, ഒരു 25 വർഷം കഴിഞ്ഞിട്ട് വരുമ്പോൾ അധ്യാപകർ ക്ലാസ്സിൽ ചെന്ന് കുട്ടികളെ പുഴയെ പറ്റി പഠിപ്പിക്കും.
പുഴർന്ന സ്ഥലം അത്ര വീതിയുള്ള സ്ഥലമായിരുന്നു, അതിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോയിരുന്നു എന്ന് പറഞ്ഞാൽ അന്നത്തെ കുട്ടികൾ വിശ്വസിക്കൂല എന്ന് അദ്ദേഹം പറഞ്ഞത്. കാരണം എന്താ, അന്നൊരു കുപ്പി വെള്ളത്തിന് 3000-4000 രൂപ കൊടുക്കുന്ന ഒരു കാലം വരും. അപ്പോൾ കുട്ടികൾ പറയുമല്ലോ, 1 ലിറ്ററിന് 4000 രൂപ കൊടുത്ത് വെള്ളം പുഴയിൽ കൂടെ ഇങ്ങനെ ഒഴുകിപ്പോവേ, മാഷ് തള്ളല്ലേ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കലാം സാർ. പറഞ്ഞാൽ ശരിയല്ലേ? നമ്മൾ എത്രത്തോളം റിച്ച് ആണെന്നുള്ളത് എനിക്ക് സൗദി പോയപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ ഒലിച്ചു പോണ സാധനം അവിടെ $1 600 മില്ലിക്ക് കൊടുക്കണം. അതാണ് വെള്ളത്തിന്. ഈ പണ്ട് എന്നെ മാഷ് പഠിപ്പിച്ച ഒരു മത്തായി മാഷ് ഉണ്ടായിരുന്നു 10ാം ക്ലാസ്. മാഷ് പറഞ്ഞു അന്ന് ഒരു കാലത്ത് നമ്മൾ ഈ കുടിക്കാനുള്ള വെള്ളം കുപ്പിയിലാക്കി വാങ്ങേണ്ട ഒരു അവസ്ഥ വരുന്നു. അന്ന് നമ്മളൊക്കെ മാഷ് പറഞ്ഞപ്പോൾ ചിരിച്ചിരുന്നു. പൈസ കൊടുത്തുകൊണ്ട് വെള്ളം വാങ്ങി കുടിക്കുക, എന്താ മാഷ് എന്ന് പറഞ്ഞ് മനസ്സ് തോന്നിയാളെ. ഇപ്പം എന്താ ഇതൊക്കെ വിട്ടില്ലേ, കറക്റ്റായില്ലേ? അപ്പോൾ കലാം സാർ പറഞ്ഞതാണ്, ഇനി നമ്മൾ വസ്ത്രം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല, ഒക്കെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള സാധനം എന്തെങ്കിലും മേലെ പറ്റിച്ച് വെക്കേണ്ടി വരും. കാരണം കഴുകാൻ വെള്ളം ഉണ്ടാവില്ല. പിന്നെ മുടി കഴുകാൻ വെള്ളമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ കുളിക്കാൻ വെള്ളം നമ്മൾ തലയ്ക്ക് മുട്ടയടിച്ച് നടക്കേണ്ടി വരും. നമ്മളെ സ്പേസിൽ വെള്ളം ഇല്ലേ മീറ്റർ ബെൽറ്റിലൊക്കെ? അല്ല, അതൊന്നും നമുക്ക് അങ്ങനെ കുടിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ വെള്ളമാണ് ഇനി അടുത്ത നൂറ്റാണ്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധം നടക്കാൻ സാധ്യത. അതെ, കേട്ടിട്ടുണ്ട്. അങ്ങനെ വെള്ളം പേടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഉറപ്പന്നല്ലേ? ഇപ്പൊ ലോകത്തിന്റെ ഭൂമിയുടെ 3/4 ഭാഗം വെള്ളമാണെങ്കിലും അതിൽ കുടിക്കാൻ പറ്റുന്ന വെള്ളം 4% ഉള്ളൂ. കേരളത്തിൽ 44 നദികളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. മാർച്ച് ഏപ്രിൽ മെയ് മാസമായ ഒരു തുള്ളി നല്ല വെള്ളം കിട്ടണമെങ്കിൽ ഇത്ര പാടായി നമുക്ക്. അപ്പം നമ്മൾ ആ ജലവിഭവത്തിന്റെ ആ ഉപയോഗം, ആ വിഭവത്തിന്റെ ആ ദുരുപയോഗം. ഇപ്പം നമ്മളൊക്കെ ഒരു പൈപ്പ് പോയിട്ട് വെള്ളം കുടിക്കുന്നത്, ടാപ്പാണ് തുറന്നിട്ട് അതിൻ്റെ അടിയിൽ കയ്യടിച്ചല്ല വെള്ളം കുടിക്കുക. ആകെ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കുടിച്ചിട്ടുള്ളൂ. വേസ്റ്റായി പോയ വെള്ളത്തിന് 1/2 ബക്കറ്റ് വെള്ളം. ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മൾ ചെയ്യാൻ വെള്ളത്തിൻ്റെ ഇത്. അപ്പോൾ വെള്ളം വളരെ പ്രധാനമാണ്. അപ്പോൾ കുട്ടികൾ വളർത്തേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് ഈ സയൻറ്റിഫിക് ടെമ്പറിൻ്റെ ഒപ്പം തന്നെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോയാൽ ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഈ വെള്ളം. വൈദ്യുതി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇരുട്ടത്തിരുന്നാൽ മതി ഇല്ലേ? വെള്ളം കിട്ടാതായാലോ 3 ദിവസത്തിലേറെ നമ്മളെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മളെ ബേസിക് ആയിട്ട് ശരീരത്തിന് 3/4 ഭാഗം കഴിഞ്ഞാൽ പിന്നെ വെള്ളമല്ലേ, മുന്നേ വേണ്ട സാധനം വെള്ളം തന്നെയാണ്. അപ്പം അതിനുള്ള ഒരു പ്രയാസത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും. അപ്പോൾ അതും കുട്ടികൾ നമ്മൾ ചെറുപ്പം തൊട്ടേ വളർത്തണം. ഈ വെള്ളം ദുരുപയോഗത്തിനുള്ളതല്ല, അത് ആവശ്യത്തില്ല. കാരണം നമ്മൾ 2 നേരം കുളിച്ച് ശീലമായവരാണ് നമ്മൾ. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഞങ്ങൾ ഒരിക്കൽ കുട്ടികളെ കൊണ്ട് ടൂർ പോയപ്പോഴാണ് നമുക്ക് ഒരു അനുഭവം ഉണ്ടായത്. നിങ്ങൾക്ക് റൂം തരില്ല എന്ന് പറയും നമ്മൾ. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചു, നിങ്ങൾ 2 നേരം കുളിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്ത തെറ്റ് 2 നേരം കുളിക്കുന്നതാണ്. നമ്മൾ കുളിക്കുക മാത്രമല്ല, വെള്ളം വെറുതെ വേസ്റ്റാക്കി കളിയില്ലേ. കാരണം തമിഴ്നാട്ടിൽ അവർ പോലുള്ളവർക്കൊക്കെ അറിയാം, മഴ കുറവുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അറിയാം വെള്ളത്തിൻ്റെ വില. നമുക്കതറിയില്ല. 44 നദികളാണ്. മഴയും. പക്ഷേ ഏപ്രിൽ മെയ് മാസം ആയിക്കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം. ഇപ്പൊ പഴയ മാതിരിയല്ലല്ലോ. ഇപ്പൊ പണ്ടൊക്കെ പറഞ്ഞാല് നമുക്ക് ഫാൻ ഇടാതെ ഉറങ്ങായിരുന്നു. ഇപ്പൊ ഫാനിന്റെ ഒച്ചയൊക്കെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥക്ക് മാറിയില്ലേ? ചൂട് എന്തൊരു ചൂടാണ്. ആ ചൂട് വരുന്നത് തന്നെ ഇപ്പൊ തന്നെ 4-5 ഡിഗ്രി ചൂടിഞ്ഞും കൂടി വരുമ്പോ കേൾക്കുമ്പോ പേടിയാവില്ലേ? ഇപ്പൊ തണുപ്പ് എന്ന് പറഞ്ഞ സാധനം ഡിസംബറിൽ എന്നല്ല, 1 ദിവസം 2 ദിവസം അത്രേ ഉള്ളൂ. ഇപ്പൊ വയനാടൊക്കെ പോയിട്ട് നമ്മൾ ആകെ പോകുന്ന തണുപ്പുള്ളതാണ്. ഇപ്പൊ വയനാട്ടിൽ നമ്മളെക്കാളും ചൂടായില്ല. ഇതൊക്കെ നമ്മളുണ്ടാക്കി തീർത്ത തന്നെയാണ്. ഇതൊക്കെ എന്താ റെമഡി? എന്താണ്? ഒരു ഇതില്ല. ഇനി പഴയ രീതിയിലേക്ക് ഈ പ്രകൃതിയെ പരമാവധി നിലനിർത്തിക്കൊണ്ടുള്ള വികസനത്തിന് ചാൻസ് ഉള്ളൂ. ഒരു മരം വെട്ടിക്കഴിഞ്ഞാൽ വെട്ടാൻ എളുപ്പമുണ്ട്. 10 മിനിറ്റ്. ആ ഒരു ചീനിമരം ഇപ്പൊ റോഡ് സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ എത്ര ചീനിമരങ്ങൾ ഇപ്പൊ നമ്മൾ റോഡ് സൈഡിലൊക്കെ ഉണ്ട്, പൊള്ളിയിട്ട് ഇപ്പം നിൽക്കാൻ പറ്റും. ഇവിടെയൊക്കെ എത്ര വെട്ടിയറിയോ, സമാധാനത്തോട്. ഒരു ചീനൊക്കെ ആ വലുപ്പത്തിലാണെങ്കിൽ 60-70 വർഷം സത്യം. അത് 10 മിനിറ്റ് കൊണ്ട് ആ കട്ടർ ഉപയോഗിച്ച് നമുക്ക് കുട്ടിയാണ് തള്ളിയിടാം. എത്ര ജീവജാലങ്ങളെ വാസസ്ഥലം പോയി, എത്ര ചൂട് വന്നു, എന്തായി ടൗണിലേക്ക് ഇറങ്ങാൻ പറ്റുമ്പോൾ. അപ്പം മരങ്ങളെ പരമാവധി എത്ര സംരക്ഷിക്കുന്നോ അത്രത്തോളം നമുക്ക് ഭൂമിയിൽ ജീവിക്കാം. അല്ലാത്തടത്തോളം കാലം പ്രശ്നം തന്നെയാണ്. അതൊക്കെ വെള്ളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ നോട്ടിൽ നമുക്ക് എന്താ മാഷിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും പറയാൻ? അല്ല, ഇതന്നെ ഈ വെള്ളം നമ്മൾ ദുരുപയോഗം വളരെ കുറച്ചേ പറ്റൂ. അത് എവിടെ കണ്ടാലും എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്നത്, അപ്പോൾ ഞാൻ പള്ളിയിൽ പോകുമ്പോൾ ഈ നിസ്കരിക്കാൻ വേണ്ടി ഈ പൈപ്പ് തുറന്നിട്ട് കണ്ട് ഒതുണ്ടാക്കിയിട്ട് മറ്റുള്ളവരോട് വർത്താനം പറഞ്ഞ ആളുകളാണ്. എനിക്ക് ഭയങ്കര ദേഷ്യം വരും. ഞാൻ പള്ളിക്ക് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയിട്ട് ടാപ്പ് കൂട്ടിയിട്ടുണ്ട് ഞാൻ. കാരണം ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഇതിനുള്ളതല്ല. ഇപ്പോൾ നമുക്ക് ഒതുണ്ടാക്കണമെങ്കിൽ അംഗശുദ്ധി വരുത്തണമെങ്കിൽ അതിനുള്ള വെള്ളം ഉപയോഗിക്കുക. പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ കുട്ടികൾ ടാപ്പ് തുറന്നിട്ട് വേണ്ട വെറുതെ അങ്ങനെ വർത്താനം പറഞ്ഞേക്കണം. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. കാരണം അത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കല്യാണത്തിന് പോയിട്ട് നമ്മൾ കല്യാണം കഴിയുമ്പോൾ ഇത് തുറന്നിട്ട് കൈ സോപ്പിട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ടാപ്പിൽ നിന്ന് വെള്ളം പോവാ. 10-20 പേർക്ക് കഴുകാനുള്ള വെള്ളമാണ് ഒരൊറ്റ സമയം കൂടെ നമ്മൾ കളഞ്ഞത്.
എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ദേഷ്യമുള്ള ഒരു കാര്യം അതാണ്. ഈ വെള്ളം വേണ്ടാത്ത രീതിയിൽ ചിലവഴിക്കുന്നത് ഞാൻ അപ്പം പ്രതികരിക്കും. അത് ഇളയവരൊന്നോ മൂത്തരൊന്നും എനിക്കില്ല. പലപ്പോഴും ഞാൻ പോയിട്ട് ദേഷ്യപ്പെട്ട് ടാപ്പ് പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കും. നമുക്കത് പ്രശ്നമല്ല, നമ്മളെ കടമയാണത്. കുട്ടികളോട് ക്ലാസ്സിൽ ഇങ്ങനെ പറയും ചെയ്യാൽ ഈ വെള്ളം ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ നന്നായിട്ട് പ്രതികരിക്കാറുണ്ട് ആ ഒരു കാര്യത്തിൽ. അത് ഞാൻ ഒരിക്കലും വീട്ടിലായപ്പോഴും ടാങ്കിൽ ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം അത് ഈ ലോകത്ത് കിട്ടുന്ന നമുക്ക് നിർമ്മിക്കാൻ പറ്റാത്തൊരു സാധനമാണിതെന്ന്. അത് നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചെടുക്കാൻ ഒരിക്കലും പറ്റാത്ത സാധനമാണ് ഈ വെള്ളം. അത് വെള്ളം സംരക്ഷിച്ചേ പറ്റൂ. അത് നമ്മൾ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ റെഡിയല്ല. അപ്പോൾ ഈ സയന്റിഫിക് ടെമ്പർ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ കാര്യത്തിലേക്കും കുട്ടികൾ ഇത് എത്തും. അത് ഉറപ്പാണ്. ഓക്കെ, ഓൺ ദാറ്റ് നോട്ട് ഗഫൂർ ഇനിയും വരില്ലേ ഇനിയും കോൺവെർസേഷൻ ആവണോ? നിങ്ങൾ കുറച്ചും കൂടി നമുക്ക് ടി വിയിൽ കാണിക്കുകയും ചെയ്യാം. ക്ലാസ് രൂപത്തിൽ നമുക്ക് അവതരിപ്പിക്കാം. അതുവരെ ഓക്കെ, ദാറ്റ്സ് എ റാപ്പ്. താങ്ക് യു മാഷെ. ഓക്കെ.